ഈശോയെ. ശാന്തമായിട്ടിരിക്കാം. എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. എഫെസ്യസ് 5:1. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടി വായിച്ചേ. വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി നല്ലൊരു ചിരി കൊടുത്തിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ഓണച്ചിരിയൊക്കെ കൊടുത്തേ ഹല്ലേലൂയ. എല്ലാവരും അച്ഛനെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. 5 ദിവസം ധ്യാനം നടത്തിയതിൻ്റെ ഒരു സന്തോഷത്തോടെ ഒരു സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതിലും നല്ലൊരു ചിരി ഈശോയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ധ്യാനത്തിന്റെ പേരെന്താണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദൈവാനുരൂപണ ധ്യാനം. പറയാത്തവരെല്ലാവരും ഒന്ന് വലതുകരം ഉയർത്തി വീശി ആ വാക്കെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോവാം. നമുക്ക് ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ദൈവാനുരൂപണ ധ്യാനം. പ്രിയപ്പെട്ടവരച്ഛൻ 2017 കേരളത്തിൽ ധ്യാനിപ്പിക്കാൻ തുടങ്ങിയത്. അച്ഛനായിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ ധ്യാനം തുടങ്ങിയ സമയത്ത് കർത്താവ് പറഞ്ഞു തന്ന പേരാണ് ദൈവാനുരൂപണം എന്ന് പറയുന്ന പേര്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് ദൈവത്തെ പോലെ ആവുക എന്നാൽ? ദൈവത്തെ പോലെ ആകുക, അതാണ് അതിൻ്റെ മറ്റൊരു അടിസ്ഥാന വചനമാണ് നിങ്ങൾ വത്സല മക്കളെ പോലെ ആരെ അനുകരിക്കുവിൻ? ദൈവത്തെ അനുകരിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരെയാണ് അനുകരിക്കുന്നത്? നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആരെയാണ് അനുകരിക്കുന്നത്? നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ ആരെയാണ് അനുകരിക്കുന്നത്? നമ്മൾ ഒരു പാവപ്പെട്ട ഒരാൾക്ക്, അർഹതയുള്ള ഒരാൾക്ക് ഒരു സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ ആരെയാണ് അനുകരിക്കുന്നത്? ഭക്ഷണമില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ആരെ പോലെ ആയിത്തീരുകയാണ്? വസ്ത്രമില്ലാത്ത ഒരാൾക്ക് വസ്ത്രം കൊടുക്കുമ്പോൾ നമ്മൾ ആരെ പോലെ ആവുകയാണ്? ദൈവത്തെ പോലെ ആവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വീടില്ലാത്ത ഒരാൾക്ക് നമ്മൾ വീട് കൊടുക്കുമ്പോൾ നമ്മൾ ആരെ പോലെ ആവുകയാണ്? ഒരു രോഗിയെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മൾ ആരെ പോലെ ആവുകയാണ്? കാരാഗ്രഹത്തിലായിരുന്ന ഒരാളെ നമ്മൾ സന്ദർശിച്ചപ്പോൾ നമ്മൾ ആരെ പോലെ ആവുകയാണ്? നമ്മൾ ദൈവത്തെ പോലെ ആവുകയാണ്. അങ്ങനെ ദൈവത്തെ പോലെ ആയ മനുഷ്യരോടാണ് അന്ത്യവിധിയിൽ ഈശോ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കുവിൻ. അപ്പോൾ നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആരെ പോലെ ആകണം? ദൈവത്തെ പോലെ ആകണം. ദൈവത്തെ പോലെ ആകാതെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങൾ വത്സല മക്കളെ പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, നിങ്ങൾ വത്സല മക്കളെ പോലെ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ അനുകരിക്കാൻ
ഒരു എളുപ്പ വഴി ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ഈശോയെ പോലെ ആകണമെങ്കിൽ അതാര് വിചാരിക്കണം? നമുക്ക് ഈശോയെ പോലെ ആകണമെങ്കിൽ ആര് വിചാരിക്കണം? ഇത് എല്ലാവരും ഇതിരി സ്വരത്തിൽ പറഞ്ഞ് ആര് വിചാരിക്കണം? ആര് വിചാരിക്കണം? നമ്മൾ വിചാരിക്കണം, അല്ലേ? അല്ല, മനുഷ്യന്റെ ആഗ്രഹം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ തിരുവചനം എടുക്ക്. റോമർ 9:16 ഉറക്കെ വായിച്ച്. മനുഷ്യന്റെ ആഗ്രഹമോ അവന്റെ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും. കൈയടിച്ച് കർത്താവിന് നന്ദി. നമ്മൾ തന്നെ വിചാരിച്ച് നമുക്ക് ഈശോയെ പോലെയാകാൻ പറ്റില്ല. ആര് വിചാരിക്കണം? ദൈവം വിചാരിക്കണം. അപ്പൊ നമ്മളിപ്പോ ഇനി തുടർന്ന് പറയാൻ പോകുന്നത് നമ്മളെ ദൈവത്തെ പോലെ ആക്കാൻ, ഈ 4 ദിവസം പറഞ്ഞത് ഈശോയെ പോലെ ആകാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. അത് 30%. ഈശോയെ പോലെ ആകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്ര ശതമാനമാണ്? എടാ അത് വെച്ച് മാറ്റിയതല്ലേ. നമ്മൾ ചെയ്യേണ്ട കാര്യം എത്ര ശതമാനമാണ്? 30%. ദൈവം ചെയ്യുന്നത് എത്ര ശതമാനമാണ്? 70%. പക്ഷെ ഈ 30 നമ്മൾ ഇടാതെ 70 അവിടെ നിന്ന് ഇടൂല്ല. നമ്മൾ പറയില്ല, എന്നാ 30 അവിടെ ഇരിക്കട്ടെ, 70 ഇങ്ങോട്ട് തന്നാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് അച്ഛൻ പറഞ്ഞു തുടങ്ങാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദിവ്യകാരുണ്യത്തിൽ ആരാണുള്ളത്? ഈശോയാണുള്ളത്. ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം പറ. ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിയുമ്പോൾ സിസ്റ്റേഴ്സിനും പറയാവുന്നതാണ്. കേട്ടോ, ഒരു പ്രാവശ്യം കൊച്ചു ത്രേസ്യ പുണ്യവാളത്തിൽ ഇങ്ങനെ ധ്യാനിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൽ ആരാണുള്ളത്? ഈശോയാണുള്ളത്. നമുക്ക് സംശയമില്ല. റിയൽ പ്രസൻസ് ആണ്, അടയാളമല്ല, സാന്നിധ്യമാണ്. എന്താണ് അടയാളവും സാന്നിധ്യവും തമ്മിലുള്ള വ്യത്യാസം? അടയാളവും പരിശുദ്ധ അമ്മയുടെ ഈ തിരുസ്വരൂപം ഇവിടെയുണ്ട്. ഈ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം എന്താണ്? അടയാളമാണ്. ദിവ്യകാരുണ്യം ഇവിടെയുണ്ട്. ഈ ദിവ്യകാരുണ്യം എന്താണ്? അടയാളമല്ല, സാന്നിധ്യമാണ്. ക്ലിയർ? കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈ സാന്നിധ്യത്തിൽ നമ്മൾ ആരെയാണ് കാണുന്നത്? ഏത് ഈശോയെ? ദിവ്യകാരുണ്യ ഈശോയെ. അപ്പൊ ഈശോയുടെ അസ്തിത്വം നമുക്കറിയാം. കുരിശിൽ മരിച്ച ഈശോ ഉണ്ട്, ഇല്ലേ? കാലിത്തൊഴുത്തിൽ പിറന്ന ഈശോ ഉണ്ട്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ഈശോ ഉണ്ട്. മരിച്ചുയർത്തെഴുന്നേറ്റ ഈശോ ഉണ്ട്. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോ ഉണ്ട്. ദിവ്യകാരുണ്യത്തിൽ ഏത് ഈശോയെയാണ് കാണുന്നത്? അത് ഏത് ഈശോയാണ്? അപ്പമായി മാറിയ ഈശോയിൽ ഉയർത്തെഴുന്നേറ്റ ഈശോ ഉണ്ടോ? ഉണ്ടോ? കാലിത്തൊഴുത്തിൽ പിറന്ന ഈശോ ഉണ്ടോ? കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ഈശോ ഉണ്ടോ? മരുഭൂമിയിൽ പ്രാർത്ഥിച്ച ഈശോ ഉണ്ടോ? ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ ഈശോ ഉണ്ടോ? കാണുന്നുണ്ടോ? കുരിശ് വഹിച്ച ഈശോ ഉണ്ടോ? അന്യായമായി പീഡിപ്പിക്കപ്പെട്ട ഈശോ ഉണ്ടോ? വിചാരണ ചെയ്യപ്പെട്ടപ്പോൾ നിശബ്ദനായി നിന്ന ഈശോ ഉണ്ടോ?
പിതാവേ, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈശോ ഉണ്ടോ? നായിലെ വിധവയുടെ മകൻ മരിച്ചപ്പോ ആ അമ്മയുടെ കണ്ണുനീര് കണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ഹൃദയമലിഞ്ഞ് യുവാവെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് യുവാവിനെ എഴുന്നേൽപ്പിച്ച് തന്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്ത ഈശോ ഉണ്ടോ? അപ്പമില്ലാത്തവരെ കണ്ടപ്പോൾ അവരുടെ നേരെ കരുണയുണ്ടാവുകയും ഹൃദയമലിയുകയും അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഈശോ ഉണ്ടോ? പിശാച് ബാധിതനെ പുറത്താക്കി ഈശോ ഉണ്ടോ? നല്ല സമരിയാക്കാരന്റെ കഥ പറഞ്ഞു പഠിപ്പിച്ചിട്ട് നീയും പോയി അതുപോലെ ചെയ്യാൻ പറഞ്ഞ ഈശോ ഉണ്ടോ? ധൂർത്തപുത്രന്റെ കഥ പറഞ്ഞു പഠിപ്പിച്ചിട്ട് ധൂർത്തപുത്രന്റെ പിതാവിനെ പോലെ കരുണയുള്ളവനാകാൻ പറഞ്ഞ ഈശോ അവിടെ ഉണ്ടോ? ഉണ്ട്. നീ കാണുന്നുണ്ടോ? നീ കേൾക്കുന്നുണ്ടോ? അപ്പോ ഈശോ അവിടെ ഉണ്ട്. തീർന്നില്ല. ആദിയിൽ വചനമായിരുന്ന ഈശോ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? കൊച്ചിക്കാരെ ഒന്ന് സ്വരം തുറന്ന് തൊണ്ട തുറന്ന് പറയ്, ഉണ്ടോ? വെരി ഗുഡ്. കൈയടിച്ച് കഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോ ആദിയിൽ വചനമായിരുന്നവൻ അവിടെയുണ്ട്. അമ്മയുടെ ഉദരത്തിലായിരുന്നു കൊണ്ട് അമ്മയെ തിന്നവൻ അവിടെയുണ്ടോ? അല്ലേ? അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞാരെയാണ് തിന്നുന്നത്? ആരെ തിന്നാണ് ഉദരത്തിലെ കുഞ്ഞ് വളരുന്നത്? ആരുടെ കണ്ണുകളിലൂടെയാണ് ഉദരത്തിലെ കുഞ്ഞ് കാണുന്നത്? ആരുടെ കാതുകളിലൂടെയാണ് ഉദരത്തിലെ കുഞ്ഞ് കേൾക്കുന്നത്? അല്ലേ? അമ്മയുടെ രക്തമാണ് അവന്റെ ഉള്ളിലൂടെ. അമ്മയെ തിന്ന് ശരീരമെടുത്തവനാണ് ഈശോ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുഞ്ഞവിടെയുണ്ട്. ഇനി കുരിശിൽ മരിച്ചവൻ, നഗ്നനാക്കപ്പെട്ടവൻ, കുരിശിൽ മരിച്ചവൻ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഒരു ബലിവസ്തു പോലെ ഊഴ്ന്നിറങ്ങി അമ്മയുടെ മടിത്തട്ടിൽ കിടന്നവൻ. അമ്മയുടെ മടിത്തട്ടിൽ ഈശോ ഒരു ബലിവസ്തുവായി കിടന്നപ്പോ അമ്മ പിതാവിനെ നോക്കിയിട്ട് പിതാവേ എന്ന് വിളിച്ചു. ദാ നിന്റെ പുത്രൻ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയുടെ ഒരു ചൈതന്യം. ദിവ്യബലിയിൽ നമ്മൾ ഈശോയുടെ ശരീരമെടുത്ത് ഈശോയുടെ രക്തമെടുത്ത് പിതാവേ, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ ദാ ബലി, ഇതാണ് ബലി, നിനക്കാരാധന, നിനക്ക് സ്തുതി, എല്ലാ സ്തുതിയും പുകഴ്ചയും എന്ന് പറയുമ്പോ ഇതാ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഊർന്നിറങ്ങിയവനാണ് അൾത്താരയുടെ മടിത്തട്ടിലേക്ക്, പുരോഹിതന്റെ കരങ്ങളിലേക്ക് എത്തുന്ന ബലിവസ്തു. അവൻ എവിടെയുണ്ട്? ദിവ്യകാരുണ്യത്തിലുണ്ട്. ഉച്ചത്തിൽ വിളിച്ചേ, ഈശോയേ. ആകാശം നിറഞ്ഞു നിൽക്കുന്നവൻ, സ്വർഗം നിറഞ്ഞു നിൽക്കുന്നവൻ എവിടെയുണ്ട്? ദിവ്യകാരുണ്യത്തിലുണ്ട്. ഭൂമി നിറഞ്ഞു നിൽക്കുന്നവൻ എവിടെയുണ്ട്? ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കൂടെയുണ്ടായിരുന്നവൻ, അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അവൻ എവിടെയുണ്ട്? ഇനി ഒരിക്കലും മരണമില്ലാത്തവൻ എവിടെയുണ്ട്? ദിവ്യകാരുണ്യത്തിലുണ്ട്. ശരി, ദിവ്യകാരുണ്യത്തെ കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ച് കൊച്ചു ത്രേസ്യക്ക് തോന്നി, ഇത്രയും വലിയ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന, ഒരിക്കലും മരണമില്ലാത്തവനായ, വാനവിധാനങ്ങളിൽ വാസമുറപ്പിച്ചിട്ടുള്ളവനായ, എളിയവരുടെ ഹൃദയത്തിൽ വസിക്കുന്നവനായ ആ ദിവ്യകാരുണ്യത്തെ ഞാൻ എങ്ങനെ ഈ ദിവ്യകാരുണ്യ സ്വീകരണം ഞാൻ ഈശോയെ എങ്ങനെ ഞാൻ സ്വീകരിക്കും? ഇത് കൊച്ചു ത്രേസ്യയുടെ ഒരു പ്രശ്നമായിരുന്നു നമുക്ക്. അപ്പൊ അതുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പോകുമ്പോ കൊച്ചു ത്രേസ്യക്ക് ടെൻഷൻ. എന്താ ടെൻഷൻ? ഇത്രയും വലിയ സത്യത്തെ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളും? ഒരു കടലിനെ ഒരു കിണറ്റി കൊണ്ടുവന്നിടാൻ പറ്റോ? അപ്പൊ അതുപോലെ ഈ മഹാസാഗരത്തെ ഞാനാകുന്ന കൊച്ചു കിണറിലേക്ക് എങ്ങനെ സ്വീകരിക്കും? ഇതാണ് കൊച്ചു ത്രേസ്യയുടെ ടെൻഷൻ. നമുക്ക് വല്ല ടെൻഷൻ ഉണ്ട്? ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും സ്വീകരിക്കാം. കൊച്ചു ത്രേസ്യ ദിവ്യകാരുണ്യമാകുന്ന ഈ മഹാസാഗരത്തെ ധ്യാനിച്ചപ്പോ അവൾക്ക് തൻ്റെ തന്നെ ലിമിറ്റേഷൻ, ഞാൻ ഒരു കൈക്കുടന്നയിലെ ഒരു തുള്ളി, ഒരു അല്പം വെള്ളം പോലെ, അവനൊരു കടലും എങ്ങനെ ഞാൻ കോരിയെടുക്കും?
ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോ കൊച്ചു ത്രേസ്യ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളന് ഈശോ നൽകിയ ഒരു ദർശനത്തെ കുറിച്ച് വായിച്ചു. അഗസ്തീനോസിന് ഈശോ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അഗസ്റ്റിൻ, നീ ഈ ദിവ്യകാരുണ്യം ഭക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, 4-ാം നൂറ്റാണ്ടിലാണ്. ദിവ്യകാരുണ്യം ഭക്ഷിക്കുക. പക്ഷേ നീ കഴിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളെ പോലെ നീ എന്നെ നിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുകയല്ല. നമ്മള് ജനിച്ചു വീണതിന് ശേഷം ആദ്യം കഴിച്ചത് എന്താണ്? അമ്മയുടെ മുലപ്പാലാണ്. ആ അമ്മയുടെ മുലപ്പാലിന് എന്ത് സംഭവിച്ചു? നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറി, ഇല്ലേ? നമ്മൾ പിന്നെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കുറുക്കൊക്കെ വലിച്ചു കുടിക്കാൻ തുടങ്ങി. അച്ഛൻ ഇപ്പോഴും കുറുക്ക് കുടിക്കുന്നുണ്ട്. കുറുക്ക് കുടിച്ചത് എവിടെ എന്തായിട്ട് മാറി? നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറി. പിന്നെ കുറച്ച് ചോറ് കഴിച്ചത്, അത് കഴിച്ചത്, ഇത് കഴിച്ചത്, അവസാനം വലിയ വലിയ സാധനങ്ങൾ കഴിച്ചതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറി. പക്ഷേ ദിവ്യകാരുണ്യത്തിന് എന്ത് സംഭവിച്ചു? ഈശോ അഗസ്തീനോസിനോട് പറഞ്ഞു, നീ കഴിക്കുന്ന മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ നിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നത് പോലെ അല്ല. ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ അപ്പം നീ കഴിക്കുക, അപ്പോൾ ഞാൻ നിന്നെ എന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റും. ദിവ്യകാരുണ്യമാകുന്ന കടല് നമ്മളാകുന്ന കിണറിന്റെ ഭാഗമായി മാറുകയല്ല, നമ്മുടെ കിണറ്റിലെ വെള്ളം ഈ കടലിന്റെ ഭാഗമായി മാറുകയാണ്. നമ്മുടെ തോട്ടിലെ വെള്ളം ഉണ്ടല്ലോ, അത് പുഴയിലേക്ക് ഒഴുകുന്നത് പോലെ, ആ പുഴ പിന്നെ കടലിലേക്ക് പോകുന്നത് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചങ്ങോട്ട് മാറിയാൽ ഒരു പുഴയില്ലേ? ആ പുഴ എവിടെ ചെല്ലും? കടലിൽ ചെല്ലും. അപ്പുറത്ത് കുറച്ചും കൂടി മാറിയ കടലുണ്ട്. നമുക്ക് രണ്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കടല് പുഴയുടെ ഭാഗമായി മാറുകയല്ല, പുഴ കടലിന്റെ ഭാഗമായി മാറുകയാണ്. ഇതുപോലെ അപ്പോ ഈശോ പറഞ്ഞു, നിന്നെ ഞാനാണ് ഭക്ഷിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കേട്ടോ. എല്ലാ ദിവ്യകാരുണ്യത്തെ കുറിച്ചുള്ള ഒരു വലിയ പഠനമാണ് അച്ഛൻ നിങ്ങളോട് മറ്റ് പങ്കുവെക്കുന്നത്. അപ്പോൾ കൊച്ചു ത്രേസ്യ ചിന്തിച്ചു, അപ്പൊ ഈശോ അഗസ്തീനോസിനോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, നീ എന്നെ നിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കുകയല്ല. കാരണം എന്താണ്? നീ മർത്യനാണ്. മർത്യ ശരീരത്തിന് അമർത്യതയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നീ അശുദ്ധിയുള്ളവനാണ്. അശുദ്ധിയുള്ളവന് ശുദ്ധിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. മരിച്ചു പോകുന്നവന് മരിച്ചു പോകാത്തവനെ ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന്. നിന്റെ പാത്രം അതിന് പറ്റില്ല. ഞാൻ സർവജ്ഞാനിയായ എന്നെ ഭോഷനായ അല്ലെങ്കിൽ പരിമിതമായ അറിവ് മാത്രമുള്ള നിനക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അപ്പോ നിന്നെ ഞാൻ എൻ്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. That is what is happening during Eucharistic reception, Eucharistic communion. ഈശോ നമ്മെ തന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റും. അപ്പോൾ ഇനി കൊച്ചു ത്രേസ്യ ഇത് വായിച്ചു. അപ്പൊ കൊച്ചു ത്രേസ്യക്ക് ഒരു ചിന്ത, എങ്ങനെ ഈശോ എന്നെ തന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റും? മാറ്റണമെങ്കിൽ എന്റെ ശരീരം ഈശോ ഭക്ഷിക്കണം. ഞാൻ എന്തെങ്കിലും കഴിക്കുമ്പോഴാണല്ലോ അത് എന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നത്. ഈശോ എന്നെ ഭക്ഷിച്ചാൽ ഞാൻ ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമായി മാറും. അപ്പോൾ അമ്മയോട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അമ്മേ, എന്നെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാക്കി മാറ്റണമേ. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുക്കത്തിന്റെ സമയങ്ങളിൽ ഈ കൊച്ചു പ്രാർത്ഥിച്ചു, അമ്മേ, ഞാൻ കാണുന്ന കാഴ്ചകൾ എൻ്റെ കണ്ണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു കണ്ണാക്കി മാറ്റണമേ.
എങ്ങനെയാണ് നമ്മുടെ കണ്ണ് ഈശോയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കണ്ണായിട്ട് മാറുന്നത്? പ്രിയപ്പെട്ടവരെ, ഇറച്ചി മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴേ ഇറച്ചി നുറുക്കുന്ന അപ്പച്ചൻ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. അപ്പച്ചൻ ഇറച്ചി നുറുക്കുന്നത്. അപ്പച്ചന്റെ കയ്യിൽ നല്ലൊരു കത്തിയുണ്ട്. അത് ഞായറാഴ്ച മാത്രം പുറത്തെടുക്കാനുള്ളതാണ്, ഇറച്ചി നുറുക്കാൻ. ഭയങ്കര കത്തിയാണ്. അപ്പോൾ ആ കത്തിയൊക്കെ എടുത്ത് ഇറച്ചി ഇങ്ങനെ നുറുക്കുമ്പോൾ തിന്നാൻ പറ്റാത്തതായിട്ടുള്ള ഞരമ്പ്, നെയ്യ്, നമുക്ക് വേവിക്കാൻ പറ്റാത്തതായിട്ടുള്ളതൊക്കെ ഇങ്ങനെ ചെത്തിയിട്ട് പൂച്ചക്കിട്ട് കൊടുക്കും. ഇല്ലേ? മീൻ ചെത്തുമ്പോഴേ കാളാഞ്ചി തിരുതയൊക്കെ ചെത്തുമ്പോ ചെതമ്പൽ ഇങ്ങനെ ചെത്തിയിട്ട് പൂച്ചക്ക് കൊടുക്കാറില്ലേ? ചെതമ്പല് നമ്മൾ കഴിക്കോ? ഇല്ല. കഴിക്കാൻ പറ്റാത്തത് ചെത്തിക്കളയുന്നത് പോലെ എന്റെ കണ്ണുകളിൽ കർത്താവിന് സ്വീകാര്യമല്ലാത്ത അഴുക്കുകളുണ്ടെങ്കിൽ അതിങ്ങനെ ഒരച്ചൊരച്ച് കളയണം. അപ്പോ അങ്ങനെയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇനി ഇറച്ചിയും മീനും ഇല്ലാത്തവർ വിഷമിക്കണ്ട. അരി ഇടണേലും മുമ്പ് അതൊന്ന് കഴുകാറില്ലേ? അതെന്നെ. റേഷൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന അരി ഇല്ലേ, ചിലപ്പോൾ ഇത്തിരി കുറെ പണ്ടത്തെ അരി, ഇപ്പോഴത്തെ അരിയല്ല, ഇത്തിരി ദുർഗന്ധമൊക്കെ ഉള്ള അരി, ഇത്തിരി അഴുക്കൊക്കെ ഉള്ള അരി നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കഴുകും, പിന്നെയും കഴുകും, പിന്നെയും കഴുകിയത് കുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാക്കിയിട്ടാണ് തിളപ്പിക്കാനിടുന്നത്. ക്ലിയർ? നമ്മളിൽ അപ്പൊ അമ്മയോട് കൊച്ചുത്രേസ്യ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിശുദ്ധ അമ്മേ, എന്നെ ഈശോയ്ക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാക്കി മാറ്റണമേ. ഈശോയ്ക്ക് സ്വീകരിക്കാൻ പറ്റുന്ന, നമ്മൾ പറയാറില്ലേ, ചില ചേട്ടന്മാർ എടി തിന്നാൻ പറ്റുന്നത് വല്ലതും ഉണ്ടാക്കി വെക്കുന്നു ഇല്ലേ? അച്ഛൻ ചോദിക്കട്ടെ, നമ്മളാകുന്ന ഭക്ഷണം കർത്താവിന് തിന്നാൻ പറ്റുന്ന ഭക്ഷണമാണോ? നമ്മളാകുന്ന മുതലേ കർത്താവിന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മുതലാണോന്ന്. അപ്പോ അതിനൊരു ഒരുക്കം വേണം. ഈ കള്ളു പിടിച്ചുകൊണ്ട് നടക്കുന്നവര്, ഈ തല്ല് പിടിച്ച് നടക്കുന്നവര് അല്ലേ, അതും ഇതും കണ്ടു നടക്കുന്നവര്, കോപിക്കുന്നവര്, വിദ്വേഷം വെച്ച് പുലർത്തുന്നവര് ഒക്കെയായിട്ടുള്ള നമ്മൾ എങ്ങനെ ഈശോയ്ക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണമായി മാറും? അത് വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്. എന്താണ്? നിങ്ങൾ വിഷമിക്കേണ്ട, അരി കഴുകണ കാര്യം ഓർത്താൽ മതി. അരി കഴുകണ പോലെ, മീൻ ചെത്തണ പോലെ, ഇറച്ചി നുറുക്കി ആവശ്യമില്ലാത്തത് കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ചേരാത്തതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാ ഉള്ളു. നമ്മളെ ചില മീനൊക്കെ പണ്ട് അമ്മൂമ്മ, അമ്മച്ചിയുടെ വീട്ടില് അമ്മച്ചിയുടെ അമ്മയുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കാലത്ത്, അവിടെ ചക്കയും മാങ്ങയൊക്കെ ഉള്ള സ്ഥലമാണ്, ഞങ്ങൾ കാലത്ത് പിള്ളേര് അവധിക്കാലത്ത് ഏപ്രിൽ മാസത്തിൽ അമ്മച്ചിയുടെ വീട്ടിൽ പോകും. അപ്പോൾ കാലത്ത് എഴുന്നേറ്റ്, തലേ ദിവസം കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാലത്ത് എഴുന്നേറ്റ് ഈ മാവിൻ്റെ അടുത്തേക്ക് ഓടും. അപ്പോൾ ഈ ഭയങ്കര ഉയരത്തിലുള്ള മാവിൽ നിന്ന് താഴെ വീണ് കിടക്കുന്ന മാങ്ങയൊക്കെ പെറുക്കിക്കൊണ്ട് വരുമ്പോൾ അമ്മൂമ്മ, അന്ന് 10-90 വയസ്സിൽ കൂടുതലുണ്ട്, ഒരു അരിവാളൊക്കെ പിടിച്ച് ഈ താഴത്ത് വീഴുന്നത് അണ്ണാനൊക്കെ കരണ്ടിട്ടുണ്ടാവും, കിളി കൊത്തിയതൊക്കെ ആവും. അപ്പോൾ ചിലപ്പോൾ പുഴുവെള്ളമൊക്കെ ഉണ്ടാവും. അമ്മൂമ്മ ഇടത്തെ കൈകൊണ്ട് ഈ മാങ്ങ ചെത്തി അവസാനം അണ്ടിയുടെ അവിടെ ഒരു ഇത്തിരി നല്ല ഭാഗം ഉണ്ടാവും. അതായത് തിന്നാൻ പറ്റാത്തത് മുഴുവൻ ചെത്തി കളയാണ്. നമ്മളെ ചെത്തി കളയാൻ തുടങ്ങി അവസാനം കർത്താവിന് തിന്നാൻ വല്ലതും ഉണ്ടാവോ? അപ്പോ കം ബാക്ക്. നമ്മളിൽ കർത്താവിന്, പരിശുദ്ധ അമ്മയോട് കൊച്ചുത്രേസ്യ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ ജീവിതത്തെ, മാങ്ങയല്ല മീനല്ല, എൻ്റെ ജീവിതത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ചിന്തകളെ, എൻ്റെ വാക്കുകളെ, എൻ്റെ പ്രവൃത്തികളെ
ഈശോയ്ക്ക് ഭക്ഷണമാക്കാൻ, ഈശോയ്ക്ക് സ്വീകാര്യമായ ചിന്തയാക്കി, ഈശോയ്ക്ക് സ്വീകാര്യമായ മനോഭാവമാക്കി മാറ്റണമേ. അങ്ങനെ മാറ്റിക്കഴിയുമ്പോ, അതാണ് ഈ 30% എന്ന് പറഞ്ഞത്. നമ്മൾ ഒരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിന്റെ ക്ലീനിങ് എത്ര ശതമാനമാണ്? ഒരു 30%. അത് ആർക്കും ചെയ്തു കൊടുക്കാം. പിന്നെയാണ് പണി തുടങ്ങുന്നത്, അല്ലേ? പായസം ഉണ്ടാക്കുമ്പോൾ പരിപ്പ് കഴുകുന്നതാണോ ഏറ്റവും വലിയ കാര്യം? അല്ല. അപ്പോൾ നമ്മെ തന്നെ ഒരുക്കി അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ, അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ 2000 കൊച്ചു തെരേസ്യയുടെ ഈ ദർശനവും ഈ ചിന്തയും വായിച്ചതിന് ശേഷം അച്ഛന്റെ മനസ്സിലേക്ക് ഈശോ ഒരു പ്രാർത്ഥന പറഞ്ഞു. കൊച്ചു തെരേസ്യ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോ അച്ഛൻ ചോദിച്ചു, അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതിയാ? അമ്മമാരെ, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ മതിയാ? വേണ്ട. മക്കള് വരുമ്പോ എന്ത് ചെയ്യും? എടാ എടുത്തു വെച്ചാറുണ്ട്, വേണമെങ്കിൽ എടുത്ത് തിന്നോന്നുള്ള പറയും. എന്തെന്ന് പറയും? മോനെ ഇരിക്ക്, മോന് വേണ്ടി അമ്മ ഉണ്ടാക്കി വെച്ചതാണ്, ഇത് കഴിക്കണം. അമ്മ വേണ്ട, വയറ് നിറഞ്ഞിരിക്കുക, പുറത്ത് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. അമ്മ അത് തീറ്റിക്കും. ഇത് കഴിക്ക്, ഇത് കഴിക്ക്, ഇത് കഴിക്ക്, ഇത് കഴിക്കെന്ന് പറഞ്ഞ് ഓരോന്നിട്ട് കൊടുത്ത് അത് മുഴുവനും കഴിച്ച് കഴിയുമ്പോൾ അമ്മക്ക് എന്താവും? സംതൃപ്തിയാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ നമ്മുടെ ഉള്ളിൽ വന്ന് കഴിയുമ്പോ ചൊല്ലാനുള്ള പ്രാർത്ഥനയെ നമ്മൾ 5 ദിവസം ചൊല്ലി, അത് നാളെ മുതൽ ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രാർത്ഥനയുടെ കാർഡ് ആദ്യത്തെ ദിവസം തന്നു. അത് കിട്ടിയവരൊന്ന് കൈവയ്ക്കേ. കിട്ടാത്തവര് വിഷമിക്കണ്ട. പോകുന്നതിന് മുമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവസാനം വന്നവരാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് തരാതിരിക്കുകയൊന്നുമില്ല. നിങ്ങൾക്കുള്ള കാർഡ് ഇവിടെയുണ്ട്. ആ കാർഡിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയെ, ഈശോ നമ്മെ ഭക്ഷണമാക്കി മാറ്റണം. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈശോയെ, എൻ്റെ ചിന്തയെ നീ ഭക്ഷിക്കണമേ. എൻ്റെ ചിന്തയെ നീ ഭക്ഷിക്കുകയും നിന്റെ ചിന്തയാക്കി മാറ്റുകയും ചെയ്യണമേ. എന്താ ഗുണം? നീ ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ. പത്രോസിനെ എന്തുകൊണ്ടാണ് ഈശോ സാത്താനേന്ന് വിളിച്ചത്? അവൻ ഈശോ ചിന്തിച്ചതുപോലെ ചിന്തിച്ചില്ല. ഈശോ എന്താ ചിന്തിച്ചത്? എനിക്ക് പീഡകള് സഹിക്കണം, പിതാവിന്റെ തീരുമാനമാണ്. ഞാൻ കുരിശ് വഹിക്കണം, ഞാൻ കുരിശിൽ മരിക്കണം, ഞാൻ മരിച്ചടക്കം ചെയ്യപ്പെടണം, ഞാൻ ഉയർത്തെഴുന്നേൽക്കണം, അങ്ങനെ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കണം. ഇതാണ് ഈശോയുടെ ചിന്ത. അപ്പൊ പത്രോസ് വന്നിട്ട് പറഞ്ഞു, നീ കുരിശ് വഹിക്കരുത്, നീ പീഡകൾ സഹിക്കരുത്, നീ മരിക്കരുത്. ബാക്കി പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടാവില്ല. മരിച്ചാലല്ലേ ഉയർക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിനക്കിത് സംഭവിക്കരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നീ മരിക്കരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നീ ഉയർക്കരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യനെ രക്ഷിക്കാനൊന്നും നീ പോകരുത്. അപ്പോ ഈശോ പറഞ്ഞു, നിന്റെ ചിന്ത എന്റെ ചിന്ത പോലെയല്ല, അതുകൊണ്ട് നിന്റെ പേര്, ബാക്കി പറ, പേടിയാവണ്ട നിനക്ക്? അപ്പൊ ഈശോ ചിന്തിച്ചതുപോലെ ചിന്തിക്കാത്ത മനുഷ്യന്റെ പേരെന്താണ്? അപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ഈശോ ചിന്തിച്ചതുപോലെ ചിന്തിക്കാതെ ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോ നമ്മളെ ഈശോ എന്തെന്ന് വിളിക്കും? ഒരു ഫോൺ വിളിയുടെ കാര്യം മുതൽ തുടങ്ങാം. ഈശോ ചിന്തിച്ചതുപോലെയല്ല ചിന്തിക്കുന്നത്. ഒരു കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ കല്യാണം എങ്ങനെ നടത്തണമെന്ന് നിങ്ങൾ ഈശോ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാതെ
നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാണ് മനുഷ്യൻ. അപ്പൊ ഈശോ നമ്മൾ എന്തെന്ന് വിളിക്കും? കൊച്ചിക്കാരുടെ നാവ് ഇറങ്ങിപ്പോയാ. നിങ്ങൾ തല്ലുപിടിക്കുന്ന സ്വരത്തിലൊന്ന് പറഞ്ഞേ. ചില നേരത്ത് വിളിക്കാറില്ലേ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന സുന്ദരമായ പേര്? അപ്പൊ ആരെങ്കിലും നിങ്ങൾ അങ്ങനെ വിളിച്ച വിഷമിക്കണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? നമ്മൾ മാനുഷികമായിട്ട് വിളിച്ചതാ, ചിന്തിച്ചപ്പോ നമ്മൾ വിളിച്ചതാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അല്ല, അച്ഛൻ ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ട് ഇന്ന് ഉദാഹരണങ്ങൾ പറയാനുള്ള സമയമില്ല കേട്ടോ. അച്ഛൻ പറഞ്ഞതാണ്, നമ്മൾ കല്യാണത്തിന് മദ്യം വിളമ്പാൻ തീരുമാനിക്കുന്നു. അത് ദൈവീക ചിന്തയാണോ മാനുഷിക ചിന്തയാണോ? മാനുഷിക ചിന്ത. ആ ചിന്തയുള്ളവനെ ദൈവം എന്ത് വിളിക്കും? എന്നിട്ട് എന്ത് പറയും? ഓരലേക്ക് മാറിക്കടാന്ന് പറയും, അല്ലേ? നമ്മുടെ കയ്യിലുള്ള പണം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ, ദൈവം ചിന്തിക്കുന്നത് പോലെയല്ല, നമുക്ക് തോന്നിയതുപോലെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അത് ഉപയോഗിക്കാൻ പോവാണ്. ദൈവം നമ്മൾ എന്ത് വിളിക്കും? എന്നിട്ട് പറയും, നിന്റെ ചിന്ത ദൈവികമല്ല. പ്രാർത്ഥന എത്തിക്കേണ്ട നേരത്തിരുന്ന് വാർത്ത കാണാണ്. ആര് ചിന്തിക്കുന്നത് പോലെയാണ് ചിന്തിക്കുന്നത്? മാനുഷികമായിട്ട്. അതൊക്കെ അറിയണ്ടേ? വേണം. ആര് ചിന്തിക്കുന്നത് പോലെയാണ്? മനുഷ്യൻ ദൈവം. ഇവിടെ ഒരു ധ്യാനം നടക്കാണ്, ഇത് അറിഞ്ഞിട്ടും വീട്ടിലിരുന്നുകൊണ്ട് എന്തിനു ചൂട്, മഴ ചിലപ്പോ പെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്. അവന്റെ ചിന്ത ഏത് ചിന്തയാണ്? അവന് ദൈവം എന്തെന്ന് വിളിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ചിന്ത ആരുടെ ചിന്ത പോലെ ആകണമെന്നാണ് ഈശോയുടെ ആഗ്രഹം. നമ്മുടെ ചിന്ത ഈശോയുടെ ചിന്ത പോലെ ആക്കാൻ പറ്റുമോ? പറ്റും. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, നീ ദൈവം ചിന്തിക്കുന്നത് പോലെ, ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കടാ. നിന്റെ ചിന്ത അങ്ങോട്ട് മാറ്റിവെക്ക്. എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചിട്ട് എന്റെ പിറകെ വാ. നീ നിന്നെ തന്നെ പരിത്യജിച്ച് എന്റെ പിറകെ വാന്ന് പറഞ്ഞാൽ എന്ത് പരിത്യജിക്കണമെന്ന് ഞങ്ങൾ വീടും നാടും കൂടൊക്കെ വിട്ടില്ലേ? ഇനി എന്തുട്ടാ കയ്യിലുള്ളത് പരിത്യജിക്കാൻ? ഒരു വഞ്ചിയും വള്ളമൊക്കെ വള്ളവും വല ഉണ്ടായിരുന്നൊക്കെ 2 കൊല്ലം മുമ്പ് വിട്ടതാണ്, അപ്പനും അമ്മയും വിട്ടതാണ്. പിന്നെ ഈശോ പറയാണ്, നീ നിന്നെ തന്നെ പരിത്യജിച്ചിട്ട്, നിന്റെ ചിന്തകള് പരിത്യജിച്ചിട്ട്. യൂദാസ് ചിന്തിച്ചു, ഈശോയെ ആ സ്ത്രീ വന്നിട്ട്, മറിയം വന്നിട്ട് 300 ധനാറ വിലയുള്ള സുഗന്ധദ്രവ്യം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, 1 ധനാറ ഒരു ദിവസത്തെ കൂലിയാണ്. ഇന്ന് ഒരു ദിവസത്തെ കൂലി എത്രയാണ്? ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചാൽ ഒരു ദിവസം എത്ര? ഒരു വെൽഡറെ വിളിച്ചാൽ, ഒരു ടെക്നീഷ്യന്റെ ഒരു ദിവസത്തെ കൂലിയാണ് 1 ധനാറ. പറമ്പിൽ നമ്മുടെ തൊഴിലുറപ്പുകാർക്ക് കിട്ടുന്നതല്ല കേട്ടോ 1 ധനാറ. ഒരു ടെക്നീഷ്യന് 1000 രൂപ കൊടുക്കണ്ടേ അച്ഛാ? അപ്പോൾ ഒരു ടെക്നീഷ്യന് ഒരു ദിവസം ഇപ്പൊ 1000 രൂപയുണ്ട്, അന്ന് 1 ധനാറയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 300 ധനാറ എന്ന് പറഞ്ഞാൽ എത്ര രൂപയായി? 300 × 1000 3 ലക്ഷം. 3 ലക്ഷം രൂപ വില വരുന്ന ഒരു പെർഫ്യൂം. കഴിഞ്ഞ അരൂക്കുറ്റിയിൽ ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛന് ആന്റണി ചേട്ടൻ ഒരു പെർഫ്യൂം തന്നിട്ട് പറഞ്ഞു, അച്ഛ ഇത് സൗദിയിലെ രാജാക്കന്മാരടിക്കുന്ന സ്പ്രേ ആണ്, അടിച്ചിട്ട് നടന്നോ, നല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഉടുപ്പിന്റെ മണം സഹിക്കാതിരിക്കൊണ്ട് പറഞ്ഞായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ അത് 300 ധനാറ എന്ന് പറഞ്ഞ 3 ലക്ഷം രൂപ വരുന്ന ഒരു സുഗന്ധ തൈലം ഈശോയുടെ തലയെ കൂടി അങ്ങോട്ട് ഒഴിക്കാണ്. ഇത്തിരീശ് ഓരോ ദിവസം ഒഴിച്ചപ്പോരുന്ന. അപ്പോൾ നമ്മളാണെങ്കിലും പറയൂല, ഈ കാശ് വെറുതെ കൊണ്ടുപോയി കളയണം, എന്തിനാണ്? അത് വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കാൻ യൂദാസ് പറഞ്ഞതിൽ പ്രിയപ്പെട്ടവരെ ഒരു തെറ്റില്ല. ഈ ധ്യാനത്തിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ കാശ് മുടക്കേണ്ട വല്ല കാര്യമുണ്ട്? പള്ളിയിൽ വെച്ച് നടത്തിയാൽ പോരായിരുന്ന.
ഇല്ലേ? ആ ചിന്ത എന്താണ്? യൂദാസിനോട് ഈശോ പറഞ്ഞു, മോനെ, നിന്റെ ചിന്ത ദൈവികമല്ല, നീ ദൈവികമായി ചിന്തിക്കേ. അങ്ങനെ ഓരോ ഘട്ടത്തില് നിങ്ങൾ എടുത്തെടുത്ത് പോയ ദൈവികമായി ചിന്തിക്കാൻ. അപ്പൊ ദൈവികമായി ചിന്തിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അതിനെന്തു വേണം? ഈശോയെ, നീ തന്നെ എൻ്റെ ചിന്തയെ ഭക്ഷിക്കണമേ, എന്നിട്ട് എൻ്റെ ചിന്തയെ നിന്റെ ചിന്തയാക്കണമേ. നീ ചിന്തിച്ചതുപോലെ സ്വർഗീയമായി ദൈവികമായി ചിന്തിക്കാൻ എനിക്ക് കൃപ തരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ ചിന്തയെ ഈ ദൈവികമായ ചിന്തയാക്കി മാറ്റും. അപ്പൊ ദിവ്യകാരുണ്യത്തിൽ ഈശോയാകുന്ന പ്രോസസ്സ് അത് ഏറ്റെടുക്കുന്നത് നമ്മളല്ല, ദൈവം തന്നെ ആ ദൗത്യം ഏറ്റെടുത്തിട്ട് നമ്മുടെ ചിന്തയെ അവൻ ഭക്ഷിക്കാണ്. ഈ അഗസ്തീനോസിനോട് പറഞ്ഞ വാഗ്ദാനം ദിവ്യകാരുണ്യത്തിൽ നമ്മളിൽ ഓരോ പ്രാവശ്യവും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മളിൽ അത് സംഭവിക്കുകയാണ്. നമ്മൾ നമ്മുടെ ചിന്തയെ വിട്ടുകൊടുക്കണം. നിങ്ങളുടെ ആകുലതകൾ, അതായത് നിങ്ങളുടെ ചിന്തകൾ കർത്താവിനെ ഭരമേൽപ്പിക്കുവിൻ. 1 പത്രോസ് 5:6. നിന്റെ ആകുലതകൾ, നിന്റെ ഉത്കണ്ഠകൾ, നിന്റെ ചിന്താരീതികൾ കർത്താവിനെ ഭരമേൽപ്പിക്കുവിൻ, അവിടുന്ന് നോക്കിക്കൊള്ളും. കർത്താവിനെ കൊടുക്ക്. ഓക്കെ. 2, ചിന്തയെക്കുറിച്ച് മാത്രം പറയാനാണെങ്കിൽ നമുക്ക് ഒരു ദിവസം അതിനൊക്കെ പോവാം. നമുക്ക് ഇന്ന് അവസാന ദിവസമല്ലേ? നാളെ ധ്യാനം ഉണ്ടോ? ഇല്ലേ? കഷ്ടമായിപ്പോയി. അവസാന ദിവസം ആദ്യം വെച്ചാൽ മതിയായിരുന്നു അല്ലേ? അവസാന ദിവസം വെച്ച് തുടങ്ങിയാൽ മതിയായിരുന്നു, വികാരിച്ചൻ പറഞ്ഞാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തയെ ഈശോ ഭക്ഷിക്കണം. 2, നമ്മൾ പ്രാർത്ഥിച്ചു എന്ത്? ഈശോയെ, എൻ്റെ കണ്ണുകളെ നീ ഭക്ഷിക്കണമേ. എന്താണ് ഈശോ നമ്മുടെ കണ്ണുകളെ ഭക്ഷിച്ചാലുള്ള ഗുണം? ഒരു സെക്കൻഡ് ഒന്ന് പുറകിലേക്ക് റിവേഴ്സ് അടിക്കട്ടെ. ഈശോ ചിന്തിച്ചതുപോലെ ചിന്തിച്ച ഒരു മനുഷ്യന്റെ പേര് പറയാവോ? ഈശോ ചിന്തിച്ചതുപോലെ ചിന്തിച്ച ഒരു മനുഷ്യന്റെ പേര്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഈശോ ചിന്തിച്ചതുപോലെ ചിന്തിച്ചവളാണ്. ഈശോ എന്താ പിതാവിനോട് പറഞ്ഞത്? ഈശോ എങ്ങനെയാ ചിന്തിച്ചത്? പിതാവേ, എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് ചിന്തിച്ചവനാണ് ഈശോ. ഓക്കെ. ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥന പോലെയാണ്. നസ്രത്തിലെ കന്യകയുടെ അടുത്തേക്ക് മാലാഖ വന്നപ്പോൾ അമ്മ പറഞ്ഞത്, എൻ്റെ ഇഷ്ടമൊന്നുമല്ല, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ. അമ്മയുടെ ചിന്ത, ഈശോയുടെ ചിന്ത ഗെത്സമനിയിലെ ഈശോയുടെ ചിന്ത പോലെയായിരുന്നു കന്യകയായവളുടെ ചിന്ത. അങ്ങനെ പറഞ്ഞപ്പോ അവൾ എന്താ ചിന്തിച്ചത്? പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ. നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ ഓർക്കാണ്, ഒരു പ്രാവശ്യം അച്ഛൻ ഒറീസയില് ആളുകളുടെ അടുത്ത് അവരുടെ വീട്ടിൽ ചെന്നിട്ട്, അവരുടെ ഗ്രാമത്തിൽ ചെന്നിരുന്ന് ഒരു 2-3 കള്ളുടിയന്മാരൊക്കെ കൂട്ടിയിരുത്തി രാത്രി കുറച്ച് കുടിച്ചിട്ടൊക്കെ ഉണ്ട് അവര്. അതിലൊരാൾ നക്സലൈറ്റ് ആണ്, കുറച്ച് നാൾ ജയിലിലായിരുന്നു അയാൾ. ഒരു 7 പേരെ കൊന്നതിന്റെ ഒരു ചെറിയ കേസ്. അപ്പൊ അയാൾ അച്ഛൻ ഇടതുവശത്തിരുത്തി ബാക്കിയുള്ളവരെയൊക്കെ ആയിട്ട് പ്രാർത്ഥന ചൊല്ലുകയാണ്. അവൻ പറഞ്ഞു, വാ നമുക്ക് പ്രാർത്ഥന എത്തിക്കാം. അപ്പൊ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആദ്യത്തെ 2 ഇവർ കറക്റ്റായിട്ട് ചൊല്ലി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. പൂജിതമായിക്കോട്ടെ, നമുക്ക് ടെൻഷനില്ല. അങ്ങയുടെ രാജ്യം വരണമേ, അതും ഒക്കെയാണ്. 3ാമത്തെ വന്നപ്പോ അച്ഛൻ കേൾക്കുകയാണ്, സ്വർഗത്തിലെ പോലെ ഞങ്ങളുടെ തിരുമനസ് ഭൂമിയിലും നിറവേറട്ടെ. ദൈ വിൽ എന്ന് പറയുന്നതിന് പകരം, അങ്ങയുടെ ഇഷ്ടമെന്ന് പറയുന്നതിന് പകരം ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
ഞങ്ങളുടെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. അപ്പൊ അച്ഛൻ വിചാരിച്ചു അച്ഛൻ തെറ്റിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ചു. അച്ഛൻ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ ചെല്ലാന്ന് പറഞ്ഞു. ഒന്നുകൂടെ ചെല്ലിയ സമയത്ത് അച്ഛൻ ശരിക്ക് കൃത്യമായിട്ട് ഈ കുറച്ച് പേരെ കൊന്നിട്ട് അടുത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ചേട്ടന്റെ അടുത്തേക്ക് ഇത്തിരി കാതടുപ്പിച്ച് വെച്ചപ്പോൾ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. നമ്മളിങ്ങനെ പറയുന്നില്ലെന്നുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്, കൃത്യമായിട്ടാണ് പറയുന്നത്. വീട്ടിൽ അപ്പച്ചൻ സ്വർഗസ്ഥനായി ചെല്ലുമ്പോൾ ഓരോ വാക്കും കൃത്യമായിട്ട് ചൊല്ലിയില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു വാക്ക് എവിടെയെങ്കിലും ഒന്ന് മിസ്സിങ് ആണെങ്കിൽ രണ്ടാമത് ചൊല്ലാൻ പറയും. അതായത് ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം 8 മണിക്കുള്ള നാടകം റേഡിയോയിൽ കേൾക്കാൻ പണ്ടേ. അപ്പൊ ചില നേരത്ത് സ്പീഡ് ചിലപ്പോൾ കൂടിപ്പോകുമ്പോൾ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അന്നന്ന് വേണ്ട ആഹാരത്തിന്റെ ഡാ ചിലപ്പോ അന്നന്ന് വേണ്ട ശരിക്കും അങ്ങോട്ട് മുഴങ്ങിയില്ല, ഡിലേ കിട്ടിയില്ല. അപ്പൊ അപ്പച്ചൻ പറയും രണ്ടാമത് ചെല്ലാൻ പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായിട്ട് ഡിലേറ്റ് ചൊല്ലാണ്. പക്ഷേ നമ്മുടെ മനോഭാവത്തിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നല്ല പ്രാർത്ഥന, എൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് പ്രാർത്ഥന. നമ്മുടെ പരിശ്രമങ്ങൾ മുഴുവൻ സ്വന്തം ഇഷ്ടം. നമുക്ക് എങ്ങനെയാണ് വാദം വരണേന്നറിയാമോ? വാദത്തെക്കുറിച്ചുള്ളൊരു സയന്റിഫിക് ക്ലാസ് കേട്ടോ. അച്ഛൻ ഉദാഹരണങ്ങളുണ്ട്, ഉദാഹരണങ്ങൾ പറയാതെ അച്ഛൻ ഫാക്റ്റ് മാത്രം പറയും. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇത് തമ്മിൽ ക്ലാഷ് വരുമ്പോ അയാളുടെ പറഞ്ഞതുപോലെ ചെയ്യാതെ നിവൃത്തിയില്ല, അപ്പൊ അത് ചെയ്യും. പക്ഷെ എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടില്ല, അതും ഇതും തമ്മിൽ കിടന്ന് ഇടികൂടുമ്പോ ഉണ്ടല്ലോ ശരീരത്തിൽ നീര് വരും. ഭർത്താവ് ഇടിക്കുമ്പോ നീര് വരണത് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങള് കിടന്ന് ഇടികൂടുമ്പോ ശരീരത്തിൽ മൊത്തം നീര് വരും, ജോയിന്റ് പെയിൻസ് ഉണ്ടാവും. മനസ്സിലിരിക്കട്ടെ, തിരിച്ചു വാ. അപ്പോ പരിശുദ്ധ അമ്മ തന്റെ ഹിതം മുഴുവൻ വിട്ടുകൊടുത്തപ്പോ അവളുടെ ചിന്ത ആരുടെ ചിന്ത പോലെയായി? ഈശോയുടെ ചിന്ത പോലെയായി. അച്ഛൻ ചോദിക്കട്ടെ, നിന്റെ ചിന്ത ആരുടെ ചിന്ത പോലെയാണ്? 2, ഈശോയുടെ കണ്ണുകൾ എങ്ങനെയുള്ള കണ്ണുകളായിരുന്നു? ഈശോയുടെ കണ്ണുകൾ എന്താ കണ്ടത്? അപ്പമില്ലാത്തവനെ കണ്ടപ്പോ അലിവുണ്ടായ കണ്ണുകളായിരുന്നു അവന്റെ കണ്ണുകൾ. വേദനിക്കുന്നവനെ കണ്ടപ്പോ അവനോട് കരുണ തോന്നിയ കണ്ണുകളായിരുന്നു ഈശോയുടെ കണ്ണുകൾ. ഒരു ഭാര്യ പറഞ്ഞു, അച്ഛൻ ഞാൻ തലവേദന എടുത്തിട്ട്, അല്ലെങ്കിൽ എനിക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് ഭയങ്കര ബ്ലീഡിങ് ആണ്, ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ അന്ന് ചിലപ്പോൾ എഴുന്നേക്കാൻ ഭയങ്കര ബോഡി പെയിൻ ആണ്. ഞാൻ എഴുന്നേക്കാതെ കട്ടിൽ കിടക്കുമ്പോൾ ഭർത്താവ് എടി നിനക്കെന്ത് പറ്റി എന്ന് ചോദിക്കില്ല. നീ ഇങ്ങനെ കിടന്നാ മതിയാ, ഒന്ന് എഴുന്നേക്ക്, ചായയിട്, ഭക്ഷണം ഉണ്ടാക്ക്, മുറ്റടിച്ചില്ലേ, പാത്രം കഴുകിയില്ലേ. അന്നാ എനിക്ക് നടുവേദന ഉണ്ടോന്നോ, എനിക്ക് ബോഡി പെയിൻ ഉണ്ടോന്നോ, എന്റെ അസ്വസ്ഥത എന്തോന്നൊന്ന് കാണാനുള്ള കണ്ണില്ല. ഈശോയുടെ കണ്ണ് നിനക്കുണ്ടാകണോ എന്നറിയാൻ വേണ്ടിയിട്ട് നീ ഒരു അനാഥ മന്ദിരത്തിൽ പോയി ആളെ കാണാൻ നിൽക്കാൻ വേണ്ട. നിന്റെ ഭാര്യ വേദനിക്കുന്നത് കാണാനുള്ള കണ്ണ് നിനക്കുണ്ടോടാ? പ്രായമായിട്ടുള്ളൊരു അപ്പം പറഞ്ഞു, അച്ഛാ എനിക്കിപ്പോ ഭക്ഷണം എടുത്ത് വിളമ്പി കഴിക്കാൻ ഉള്ള അവധി ഇല്ലാന്നില്ല, വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ എനിക്കത് പറ്റാണ്ടായി, എനിക്കത് പറ്റുന്നില്ല എന്ന് കാണാനുള്ള കണ്ണ് എൻ്റെ മക്കൾക്കില്ല.
എനിക്ക് ഒരു കൈസഹായം ആവശ്യമുള്ള അവസ്ഥയിലാണ് ഞാനെന്ന് കാണാനുള്ള കണ്ണ് ഞങ്ങളുടെ മക്കൾക്കില്ല. അപ്പോ ഈശോ കണ്ടതുപോലെ കണ്ടവളാണ് അമ്മ. അമ്മ എങ്ങനെയാ കണ്ടത്? എലിസബത്തിന് അവള് പ്രായമായിട്ടുള്ളവളാണ്, അവൾക്കിപ്പോ 6-ാം മാസമാണ് എന്ന് അറിഞ്ഞപ്പോ അവൾക്ക് എൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് കണ്ട് അവൾ ഓടി. അവൾക്ക് ഈശോയുടെ കണ്ണുകൾ പോലെ കണ്ണുകളുണ്ടായിരുന്നു. ഈശോ തിന്ന കണ്ണുകളായിരുന്നു അമ്മയുടെ കണ്ണുകൾ. എന്നിട്ട് അവൾക്ക് ഈശോ കണ്ടതുപോലെ കാണാൻ പറ്റി. നിനക്ക് ഈശോ കാണുന്നത് പോലെ നിന്റെ അപ്പനെ കാണാൻ പറ്റുന്നുണ്ടോ? നിന്റെ അമ്മയെ കാണാൻ പറ്റുന്നുണ്ടോ? നിന്റെ ഭർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഈശോ കണ്ടതുപോലെ നിന്റെ ഭാര്യയെ കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഈശോ കണ്ടതുപോലെ കാണാൻ പറ്റുമ്പോഴാണ് നിന്നിൽ ദൈവാനുരൂപണം സംഭവിക്കുന്നത്. അപ്പൊ ഈശോയോട് പറയണം, ഈശോ എൻ്റെ കണ്ണുകളെ നീ ഭക്ഷിക്കേ. അശുദ്ധിയിലേക്ക് പായുന്ന കണ്ണുകളാണ്. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. ഒരപ്പം വന്നിട്ട് പറഞ്ഞു, 75 വയസ്സുള്ള ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അച്ഛ എൻ്റെ മൊബൈൽ ഒന്ന് വെഞ്ചിരിച്ചതാ. എന്തിനാണ് ഇപ്പൊ ചേട്ടൻ ഈ മൊബൈൽ വെഞ്ചിരിക്കണത്? അതെ, ഇതിൽ ഭയങ്കര തിന്മകളാണ്, അത് കാണാതിരുന്ന പോരെ. കാണാതിരിക്കാൻ പറ്റുന്നില്ല, അച്ഛൻ ഇതൊന്ന് വെഞ്ചിരിച്ചതാ. പ്രായം കൂടിയെന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കണ്ട 18ഉം 19ഉം വയസ്സുള്ള കൊച്ചുങ്ങൾക്കാണ് ഈ മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ. 50ഉം 60ഉം 70ഉം വയസ്സുള്ള ആളുകളെ കുറിച്ച് അവരുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അവര് തന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് വലിയൊരു ശല്യമാണ്, മാറ്റിവെച്ചാൽ പോരെ. പറ്റുന്നില്ല, അഡിക്ഷൻ. മൊബൈൽ ഫോണിന്റെ അഡിക്ഷനാണ് മുതിർന്നവർക്കും. എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? കർത്താവ് കണ്ടതുപോലെ ഒന്നുമല്ലല്ലോ കാണുന്നത്, ആണോ? ഒരമ്മ തൻ്റെ മകനെ കുറിച്ച്, വിവാഹിതനായ തൻ്റെ മകനെ കുറിച്ച് പറയാണ്, അച്ഛ അവൻ ഈ പലതും ഇങ്ങനെ ഫോണിൽ കുത്തി. കാരണം അവൻ ഇങ്ങനെ കട്ടിലപ്പടിയിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പുറകെ കൂടെ പോയ അമ്മ കണ്ടു. മ്ലേച്ഛത കണ്ടുകൊണ്ടിരിക്കുന്ന മകൻ, പ്രായപൂർത്തിയായ വിവാഹിതനായ മകൻ ഫോണില് മ്ലേച്ഛത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിന്റെ കണ്ണുകൾ ആര് കാണുന്നത് പോലെയാണ് കാണുന്നത് കുഞ്ഞേ. ഓക്കെ, അമ്മ ഈശോ കണ്ടതുപോലെ കണ്ടു. കാനായിലെ കല്യാണ വീട്ടില് വീഞ്ഞ് തീർന്നു പോയത് ആരാണ് കണ്ടത്? അമ്മ കണ്ടതാണ്. ഒരു കുറവുള്ളവന്റെ കുറവ് കരുണയോടെ കണ്ടവൾ. അവളുടെ കണ്ണുകൾ ഈശോയുടെ കണ്ണുകളായതുപോലെയാണ്. ഇനി കാതുകൾ ആരുടെ കാതുകൾ പോലെയാണ്? ഈശോ ആരുടെ സ്വരമാണ് കേട്ടത്? ഈശോ കേട്ടത് ജ്ഞാനസ്നാനത്തിൽ പിതാവിന്റെ സ്വരം കേട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവിന്റെ സ്വരം കേട്ട കാതുകളായിരുന്നു അവന്റെ കാതുകൾ, അല്ലേ? ഈശോ പറഞ്ഞു, ഞാൻ കേൾക്കുന്നത് പോലെ പിതാവ് എന്നോട് പറയുന്നത് ഞാൻ പറയുന്നു. ഞാൻ അപ്പൊ അത് കേൾക്കുന്നു. പിതാവ് പറയുന്നത് ഞാൻ കേൾക്കുന്നു. നീ എന്ത് ചെയ്യണമെന്ന്, നീ എന്ത് ചെയ്യരുതെന്ന് പിതാവ് പറയുന്നു, ഞാൻ കേൾക്കുന്നു. അച്ഛൻ ചോദിക്കട്ടെ, നിങ്ങൾ ആര് പറയുന്നതാണ് കേൾക്കുന്നത്? നമ്മൾ പറയും, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ നാട്ടുകാർ പലതും പറയും, അല്ലേ? നമ്മളിപ്പോ മര്യാദക്കൊക്കെ നടത്തിയില്ലെങ്കിൽ ആൾക്കാർ പലതും പറയും. പറയാറില്ലേ? പറയാറുണ്ട്. ദൈവം പറയുമെന്ന് പേടിച്ചിട്ട് നീ എന്തെങ്കിലും ചെയ്യാതിരിക്കാറുണ്ടോ? നമ്മൾ പറയാറുണ്ട്, നാട്ടുകാർ അതും ഇതൊക്കെ പറയും. ദൈവം എന്താണ് പറയുന്നത് അത് കേൾക്കാനുള്ള കാതിനെ പറയുന്ന പേരാണ് ഈശോയുടെ കാതുകളെന്ന്. അവന്റെ തിരുഹിതമറിയാൻ അവൻ എൻ്റെ കാതുകൾ തുറന്നു.
ഈശോയെക്കുറിച്ച് എബ്രായ ലേഖനം എഴുതുകയാണ്, അവന്റെ ഹിതം കേൾക്കാൻ, അവന്റെ പരിശുദ്ധനായവന്റെ തിരിഹിതമറിയാൻ അവൻ എൻ്റെ കാതുകൾ തുറന്നു. നിന്റെ കാത് തുറന്നിരിക്കുന്നത് വചനം കേൾക്കാനാണോ, വാർത്ത കേൾക്കാനാണോ? നിന്റെ കാതിലൂടെ കേൾക്കുന്നത് വചനമാണോ, വാർത്തയാണോ? ഈ അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ മുഴുവൻ കേട്ടത് എന്താണ്? പട്ടേൽ അച്ഛൻ്റെ ടോക്കാണോ? ഡാനിയൽ അച്ഛൻ്റെ ടോക്കാണോ നീ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണത്? അല്ലേ? നമ്മുടെ ഡൊമിനിക് അച്ഛൻ്റെ ടോക്കാണോ കേട്ടുകൊണ്ടിരിക്കുന്നത്? നിന്റെ കാതുകൾ ആരുടെ വാക്ക് കേൾക്കാനാണ് തുറക്കപ്പെടുന്നത്? ആര് പറഞ്ഞിട്ടാണ് നീ അവിടെ പോയത്? ആര് വിളിച്ചിട്ടാണ് നീ ഇവിടെ പോയത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ കാതുകൾ മാലാഖയെ കേട്ട കാതുകളാണ്. നിന്റെ കാതുകളോ? മാലാഖ വന്നിട്ട് പറഞ്ഞത് ആരുടെ വാക്കാണ്? ദൈവത്തിന്റെ വാക്ക്. ദൈവം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. ദൈവത്തിന്റെ വാർത്ത കേട്ട കാതാണ് അമ്മയുടെ കാത്. നിന്റെ കാത് ലോകത്തിന്റെയും പിശാചിന്റെയും വാർത്തകൾ കേൾക്കുന്ന കാതാണല്ലോ. കഷ്ടം. അങ്ങനെ ലോകത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാതുകൾ നമുക്ക് പറ്റണില്ല. നമ്മൾ ഈശോയോട് പറയാണ്, ഈശോയെ എൻ്റെ കാതുകളെ നീ ഭക്ഷിക്കുക, അതൊന്ന് ഏറ്റെടുക്ക്, ഞാനിതാ വിട്ടു തരുന്നു, എന്നിട്ട് നിന്റെ കാതുകളാക്കി മാറ്റ്. എന്തിനാ? നീ കേട്ടതുപോലെ കേൾക്കാൻ. ഈശോയുടെ അടുത്ത് വന്നിട്ട് പാപിനിയായൊരു സ്ത്രീ കരഞ്ഞോണ്ടിരിക്കുകയാണ്. കരഞ്ഞോണ്ട് അവന്റെ പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ കൂടെ ഉണ്ടായിരുന്നവര് പറഞ്ഞു, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഈ വന്ന പെണ്ണ് ഏത് തരക്കാരിയാണെന്ന് അവന് മനസ്സിലായാനെ. ഇത് അവനൊന്നും മനസ്സിലായിട്ടുമില്ല. അവൻ കാല് നീട്ടി വെച്ച് കൊടുത്താക്കേന്ന്. ഈശോ അത് കേട്ടു. തന്നെ പരിഹസിക്കുന്നതും തനിക്കെതിരെ പിറുപിറുക്കുന്നതും ഈശോ കേട്ടു. പക്ഷെ ഈശോ കൂടുതൽ കേട്ടത്, ഈശോ ശരിക്ക് കാത് കൊടുത്തത് അവരുടെ വാക്കിനല്ല, അവളുടെ കണ്ണീരിനാണ്. അവര് വായ കൊണ്ട് പറഞ്ഞ വാക്കിനല്ല, അവൾ ഹൃദയം കൊണ്ട് പറഞ്ഞ വാക്കുകൾ, അനുതാപത്തിന്റെ വാക്കുകൾക്കാണ് ഈശോ കാത് കൊടുത്തത്. എന്നിട്ട് അവരോട് പറഞ്ഞു, നീ വന്നു, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ശിമയോനെ, നീ വലിയ ആളാണെന്നൊന്നും പറയണ്ട, നീ എനിക്ക് ചുംബനം തന്നില്ല, നീ എന്റെ കാല് കഴുകാൻ വെള്ളവും തന്നിട്ടില്ല, നീ എന്നെ ആലിംഗനവും ചെയ്തിട്ടില്ല, ഞാൻ വന്നപ്പോ നീ ഒരു ഷെയ്ക്കാനൊക്കെ തന്നിവിടെ ഇരിക്കാൻ പറഞ്ഞു, നീ എന്റെ കാലും കഴുകിയില്ല, നീ എന്നെ സുഗന്ധ തൈലം കൊണ്ട് പൂശിയില്ല. ഇവളോ കണ്ണീര് കൊണ്ട് എന്റെ കാതങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ചെന്റെ പാദത്തിൽ ഇരിക്കുകയാണ് അവള്. She is greater than you. ശിമയോൻ വിചാരിച്ചത് ഞാൻ അവളെക്കാൾ കേമനും മിടുക്കനും മിടുമിടുക്കനും ശുദ്ധനും പരിശുദ്ധനും ആണെന്നാണ് ശിമയോൻ വിചാരിച്ചത്. ഈശോ പറഞ്ഞു, രാ ശിമയോനെ, എന്തോ ഇവളുണ്ടല്ലേ നിന്നേക്കാൾ ബെറ്ററാടാ. നീ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ സ്നേഹിക്കുന്നുണ്ടെന്ന്. അവളുടെ കഴിഞ്ഞിട്ടുള്ളൂ നീന്ന്. അപ്പോ ഈശോ കേട്ടതുപോലെ പുറമേയുള്ള കേൾവിയല്ല കേട്ടോ, വായ കൊണ്ട് പറഞ്ഞത് മാത്രമല്ല ഈശോ കേട്ടതേ, ഉള്ളിൽ നിന്നുണ്ടായിരുന്ന ഒരു നിശബ്ദമായ തേങ്ങല്, അതുപോലും കേട്ടവനാണ് ഈശോ. ഈശോ കേട്ടതുപോലെ അമ്മ കേട്ടു. അമ്മയ്ക്ക് ഈശോയുടെ കാതുകൾ ഉണ്ടായിരുന്നു. നിനക്കുണ്ടോ? നിന്റെ മക്കളുടെ അവര് പറയാത്ത വേദന കേൾക്കാൻ, നിന്റെ കുഞ്ഞു മക്കളുടെ ആഗ്രഹങ്ങൾ അവര് പറയാതെ അറിയാൻ, നിന്റെ ഭാര്യയുടെ നിശബ്ദമായ തേങ്ങല് കേൾക്കാൻ. ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെ അച്ഛൻ ചോദിക്കട്ടെ,
ഭാര്യയുടെ നിശബ്ദമായ പറയാത്ത വേദനകൾ അറിയാൻ നിനക്ക് കാതുകളുണ്ടോ? ഹൃദയത്തിന്റെ കാതുണ്ടോ എന്നാണ് ചോദ്യം. നമ്മളാരും പൊട്ടരല്ല, പക്ഷെ പലതും കേൾക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ ജീവിത ശൈലി മാറുന്നത്, താളം തെറ്റുന്നത് അറിഞ്ഞില്ല അപ്പൻ. ഒരു ദിവസം അപ്പന്റെ കൂടെ വീട്ടിൽ നിന്ന് അപ്പന്റെ തോളത്ത് കൈയിട്ട് പപ്പേ പപ്പേ എന്ന് വിളിച്ച് സ്കൂൾ ബാഗും കോളേജിൽ പോകാനുള്ള ബാഗും കോളേജിലെ യൂണിഫോം ഒക്കെ ഇട്ട് ഒരു മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പനും മകളും കൂടി ഭയങ്കര ഫ്രണ്ട്സാണ്. ഞങ്ങൾ അപ്പനും മോളൊക്കെ ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സ്. ഇറങ്ങി. മകള് കോളേജ് ബസ് വന്നപ്പോ കോളേജ് ബസ്സിൽ കയറി മകള് പോയി. അപ്പൻ പണിക്ക് പോവാൻ മരപ്പണിക്കാരൻ അപ്പന്റെ വണ്ടി വന്നപ്പോ അപ്പൻ ബസ്സിൽ കയറി, അപ്പൻ പോയി. ഒരു 12 മണി ആയപ്പോ അപ്പന്റെ ഫോണിലേക്ക് ഇദ്ദേഹത്തിന്റെ സഹോദരി ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തു. കാലത്ത് കോളേജ് ബാഗും പിടിച്ച് കോളേജ് യൂണിഫോമിൽ എൻ്റെ ഒപ്പം ഇറങ്ങിയ മകള് കല്യാണ ഡ്രസ്സിട്ട് മാല്യവും ചൂടി ഒരു പുരുഷന്റെ ഒരു ചെറുക്കന്റെ കൂടെ ഒരു അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് മാലയിട്ട് നിൽക്കുന്നതാ ഫോട്ടോ. ഈ മകളുടെ ബാഗിലുണ്ടായിരുന്നത് കല്യാണ വസ്ത്രമായിരുന്നെന്ന് അപ്പൻ അറിഞ്ഞില്ലെന്ന്. അവൾക്ക് 2 വർഷമായി ഒരു പ്രണയമുണ്ടായിരുന്നെന്ന് വീട്ടുകാരോട് പറഞ്ഞ നടത്തി കൊടുക്കാത്തൊരു ഒരു തരത്തിലുള്ള ബന്ധം. ബാക്കി നിങ്ങൾ ഊഹിച്ചോ? കുറച്ചൊക്കെ ഊഹിക്കാൻ വിടുകയാണ് അച്ഛൻ, മുഴുവൊന്നും പറയണില്ല. എന്തുകൊണ്ടാണ്? അപ്പോ അപ്പന്റെ ഫോണിലേക്ക്, അപ്പന് വാട്സപ്പിലേക്ക് ഒരു ഫോട്ടോ. സന്തോഷമില്ലേ? അതാണ് പറഞ്ഞത്, ഈശോ കേൾക്കുന്നത് പോലെ കേൾക്കണോട്ടോ. ഹൃദയത്തിന്റെ താളം മാറുമ്പോ പദചലനങ്ങൾക്കൊരു താളമുണ്ട്, നടപ്പിനൊരു താളമുണ്ട്, ഇരിപ്പിനും എഴുന്നേൽപ്പിനും ഒക്കെ. ഓക്കെ, അച്ഛൻ്റെ മനസ്സിലേക്ക് കുറെ ഉദാഹരണങ്ങൾ കയറി വരുന്നുണ്ട്. അച്ഛൻ കട്ട് ചെയ്യണം, ഉദാഹരണങ്ങൾ വേണ്ട, കാര്യം മാത്രം മതി. കാത്, കർത്താവിന്റെ കാത് പോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി നാവ്, ഈശോയുടെ അധരം വചനം പറഞ്ഞ നാവാണ്, ദൈവസ്തുതികൾ ആലപിച്ച നാവാണ്, പ്രാർത്ഥിച്ച നാവാണ്, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ നാവാണ്, നന്മ പഠിപ്പിച്ച നാവാണ്, ഉദാശ വചനങ്ങൾ ഉച്ചരിച്ച നാവാണ് ഈശോയുടെ നാവ്. അനുഗ്രഹം വർഷിച്ച നാവാണ് അവന്റെ നാവ്. അനുഗ്രഹമാണ് അവന്റെ നാവിൽ നിന്ന് വന്നത്. നിന്റെ നാവ് ആരുടെ നാവ് പോലെയാണ്? നീ വായ തുറക്കുമ്പോ പുറത്തു വരുന്നത് ഏതു വാക്കുകളാണെന്ന്? പരിശുദ്ധ അമ്മയുടെ നാവ് ഈശോയുടെ നാവ് പോലെയായിരുന്നു. കാരണം അവൾ അധരം തുറന്നപ്പോ പുറത്തു വന്നത് ദൈവസ്തുതികളായിരുന്നു. അവളെ ഒന്ന് പ്രശംസിച്ചു. എലിസബത്ത് അവളെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവള് അപ്പൊ പറഞ്ഞില്ല, ശരിയാണ്ട, ഞാൻ ഭയങ്കര ഭാഗ്യമുള്ളവളാണ്, ഞാനൊരു സമ്പൂർണമായി എന്ന് പറഞ്ഞില്ല. അവള് പറഞ്ഞു, എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ്. എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അധരത്തിൽ നിന്ന് പുറത്തു വന്നത് ദൈവസ്തുതികളാണ്. നമ്മളുടെ അധരം തുറക്കുമ്പോൾ പുറത്തു വരുന്നത്, ഒരു ഭാര്യ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഈ ചേട്ടൻ തെറി പറഞ്ഞോട്ടെ, വഴക്ക് പറഞ്ഞോട്ടെ, കള്ളു കുടിച്ചിട്ടല്ലേ, പക്ഷേ എന്നെ
പിഴച്ചവളെന്ന് വിളിക്കരുതെന്ന് മാത്രം പറയുന്ന. ബാക്കി എന്ത് വേണേലും പറഞ്ഞോട്ടെ. കറി ശരിയായില്ലെന്നോ വീട് ശരിയായില്ലെന്നോ എന്ത് വേണേലും പറഞ്ഞോട്ടെ, എത്ര തെറി വേണേലും പറഞ്ഞോട്ടെ. പക്ഷേ എൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, എൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന് പറയും. എന്നിട്ട് ഞാനിവിടുന്ന് പോകുന്നു. നിന്റെ അതരം തുറക്കുമ്പോ വായിൽ നിന്ന് വരുന്നത് എന്താണ് കുഞ്ഞേ? ദൈവസ്തുതികളാണോ? ദൈവകീർത്തനങ്ങളാണോ? പ്രാർത്ഥനയാണോ? പ്രാർത്ഥന എത്തിക്കാൻ നേരത്ത് മാത്രം കൊച്ചുങ്ങൾക്ക് സ്വരമില്ല. അതിക്ക് മുമ്പ് തല്ല് പിടിക്കുമ്പോ എന്തു സ്വരം, പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ എന്തു സ്വരം. പ്രാർത്ഥന എത്തിക്കാൻ നേരത്ത് മാത്രം നാവ് ഇറങ്ങിപ്പോയി. നാവിറങ്ങിപ്പോയി. അമ്മനോട് തല്ല് പിടിക്കുമ്പോ കൊച്ചിന് എന്ത് സ്വരമായിരുന്നു അല്ലേ? പ്രാർത്ഥന ചൊല്ലിയപ്പോ മാത്രം സ്വരമില്ല. അപ്പോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ അപ്പനോടായിക്കോട്ടെ അമ്മനോടായിക്കോട്ടെ, പിള്ളേര് ഒരു അമ്മ പറഞ്ഞാണ്, അച്ഛ എൻ്റെ മകൻ എന്നെ അമ്മേന്ന് വിളിക്കുന്നില്ല. പിന്നെ ചേച്ചിനെ അവൻ എന്താ വിളിക്കണത്? തള്ളേന്ന്. എന്നിട്ട് ഞങ്ങളെ കുറിച്ച് പറയുമ്പോ അവരൊക്കെ ആരൊക്കെ, ഒരു മകൾ അച്ഛനോട് പറയും, അച്ഛൻ ഇവരൊന്നും എന്നെ മനസ്സിലാക്കുന്നില്ല. ആരെയാണ് നീ പറയുന്നത്? അപ്പനെ അമ്മനെ ഇവര്. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? 21-ാമത്തെ വയസ്സില് മകള് അപ്പനോട് അമ്മയും ചോദിക്കാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ഒരുപ്പിക്കുക ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? കാരണം എന്താണ്? ഇപ്പൊ അവൾക്കൊരു തെറ്റായ പ്രണയബന്ധം. അപ്പനും അമ്മയും പറഞ്ഞു, മോളെ അത് നമുക്ക് പറ്റിയതല്ല, നീ അത് വിട് എന്ന് പറഞ്ഞപ്പോ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവള് ചോദിക്കാണ്, നിങ്ങൾ എന്നെ എന്തെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? എന്നെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു നല്ല ഡ്രസ്സെങ്കിലും മേടിച്ച്. അപ്പൊ നീ 21 വയസ്സ് വരെ മാലാഖമാരാണോ നിനക്ക് ഇതൊക്കെ കൊണ്ടു തന്നത്? യെസ്. പറഞ്ഞു വരുന്നത് അതരത്തെ കുറിച്ചാണ്. വാക്കുകൾ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ കാറ്റഗറി ആക്കിയാലുണ്ടല്ലോ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വരും. അപ്പോ ചെറിയ കുട്ടികൾ മുതല് ഇങ്ങനെ നാവിന്റെ ദുരുപയോഗത്തിൽ കിടക്കാണ്. ആ നാവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പറയാണ്, ഈശോയെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അനുഗ്രഹിക്കാൻ, എനിക്ക് വചനം പറയാൻ പറ്റുന്നില്ല, എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ എൻ്റെ അധരത്തെ നിന്റെ അധരമാക്കണം, നീ സംസാരിച്ചതുപോലെ സൗമ്യതയോടെ സംസാരിക്കാൻ. അങ്ങനെ ഒരു പുണ്യപ്പില്ലാണ്ടായി. സൗമ്യത, പ്രവാചക ധീരതയോടെ പ്രഘോഷിക്കാൻ, ജ്ഞാനത്തിന്റെ നിറവിൽ നിന്ന് പഠിപ്പിക്കാൻ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ, അനുഗ്രഹിക്കാൻ, വിശുദ്ധമായത് മാത്രം പറയാൻ. എൻ്റെ നാവുകളെ നിന്റെ നാവുകളാക്കണമേ. അമ്മയുടെ നാവ് ഈശോയുടെ നാവ് പോലെയായിരുന്നു. കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ചിട്ട് നമ്മൾ പറയാണ്, ഈശോയെ നീ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കണമേ. നീ എൻ്റെ ഹൃദയത്തെ ഭക്ഷിക്കണമേ. ഇപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? ഈശോയുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? അത് മാംസളമായ ഹൃദയമാണ്. എന്താണ് മാംസളമായ ഹൃദയം? ദൈവീക പദ്ധതികളെ വിലമതിക്കുന്ന ഹൃദയമാണ് മാംസള ഹൃദയം. ദൈവീക വഴികളിലൂടെ ചരിക്കുന്ന ഹൃദയമാണ് മാംസള ഹൃദയം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്ന ഹൃദയമാണ് മാംസള ഹൃദയം. അനുതാപമുള്ള ഹൃദയമാണ് മാംസള ഹൃദയം. കരുണയുള്ള ഹൃദയമാണ് മാംസള ഹൃദയം. അങ്ങനെ മാംസള ഹൃദയത്തിന്റെ പ്രത്യേകതകളുണ്ട്. അനുസരിക്കുന്ന ഹൃദയം, താഴ്മയുള്ള ഹൃദയം, വിശ്വസ്തതയുള്ള ഹൃദയം, കരുണ കാണിക്കുന്ന ഹൃദയം, പ്രാർത്ഥിക്കുന്ന ഹൃദയം, മാംസള ഹൃദയം. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഹൃദയം, വചനം പഠിക്കുന്ന, വചനം സ്വീകരിച്ച് വചനം ധ്യാനിക്കുന്ന ഹൃദയം, മാംസള ഹൃദയം. നിന്റെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്? ക്ഷമിക്കാൻ പറയുമ്പോ അതൊഴിച്ച് അച്ഛൻ വേറെന്ത് വേണേലും പറഞ്ഞു, ക്ഷമിക്കാൻ പറയുന്നത് അത് വിട് ചേട്ടാ, അത് വിടാൻ പറ്റൂല അച്ഛൻ, വേറെ വല്ലതും പറ.
എങ്ങനെ അത് ക്ഷമിക്കും? ചേച്ചി അത് ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭാര്യയുടെ ഫോൺ ഞാൻ ചെക്ക് ചെയ്തു. അവൾക്ക് വേറെ 2 പേരുമായിട്ട് അവൾ ചാറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛാ, ഞാൻ എന്ത് ചെയ്യണം? കൂടുതൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോ, ചാറ്റ് റെക്കോർഡ് കൂടുതൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടെ മനസ്സിലായി. ചാറ്റിങ് മാത്രമല്ല, ബാക്കി പൂരിപ്പിച്ചു. ഞാൻ എന്ത് ചെയ്യണോ അച്ഛ? ഞാൻ അവളോട് ചോദിച്ചു, അവള് സമ്മതിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണോ അച്ഛ? തെറ്റായ ബന്ധത്തിന് പോയിട്ടുണ്ടെന്ന്, മുറിയെടുത്തിട്ടുണ്ടെന്ന്, ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണോ അച്ഛ? നിങ്ങൾ പറ, അച്ഛൻ എന്ത് പറയണം? പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇയാളോട് മറുപടി പറയുമ്പോ അച്ഛൻ അവളുടെ ഫോൺ നമ്പറോ ചാറ്റിംഗ് റെക്കോർഡോ അല്ല നോക്കേണ്ടത്. അച്ഛൻ തിരുവചനം എടുത്ത് മറിക്കുന്നു. ഈശോ കുരിശി കടന്ന് തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു, പിതാവേ ക്ഷമിക്കേ. അവരറിയുന്നില്ല എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പറ്റിയ അവൻ കുരിശി കിടക്കുന്നതുകൊണ്ടാണ് ഹൃദയം കൊണ്ട് അവൻ പുണർന്നു നിൽക്കുന്ന കാഴ്ചയാണ് ബൈബിളില്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ എനിക്കിത് പറ്റണില്ല, എനിക്ക് നീ ക്ഷമിച്ചതുപോലെ. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് ആരെങ്കിലും ക്ഷമിക്കുക വച്ചാ, നീ ആരെങ്കിലും കാര്യം വിടറ. എന്നിട്ട് നീ ആരെങ്കിലും നോക്കാൻ വേണ്ടിയിട്ടാണോ ക്രിസ്ത്യാനിയായത്? അല്ല, പിന്നെ ആരെ നോക്കാൻ വേണ്ടിയിട്ടാ? ഈശോയെ കണ്ട് പഠിക്കാനല്ലേ ഈശോ പറഞ്ഞു, എന്റെ പിറകെ വാടാന്നല്ലേ പറഞ്ഞത്? യെസ്. അപ്പോ ഈശോയെ, എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കണമേ, നിന്റെ ഹൃദയത്തിന്റെ ജ്ഞാനം എനിക്ക് തരണമേ. ഈശോ കണ്ടതുപോലെ കാണ്. ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടില് ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, വീട്ടിൽ കുറച്ച് പ്രശ്നം. ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരി പറഞ്ഞ കാര്യമാണ്. വീട്ടിൽ കുറച്ച് പ്രശ്നം നടന്നപ്പോ ഒരാള് വന്നിട്ട് ഇങ്ങനെ മുറിയിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, വെറുതെ അല്ല നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം മാറാത്തത്. എന്താണ്? കട്ടില് ചുമരിനോട് അടുപ്പിച്ചിട്ടൊക്കെയാണ്. അപ്പൊ പ്രശ്നം മാറാൻ കട്ടില് ചുമരിന്ന് മാറ്റിയിട്ട്. അച്ഛൻ പറഞ്ഞു, മറിഞ്ഞു വീഴാതെ നോക്കിക്കോ. അതൊന്ന്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വേറൊരാൾ വന്നു. പ്രാർത്ഥിക്കുന്ന ആളുകളാണ്, കൊന്തയൊക്കെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ കക്കൂസിന്റെ അടിയിൽ കൂടെ കന്നിമൂല പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ കടബാധ്യതയാണ്. കടബാധ്യതയുടെ കാരണം കക്കൂസിന്റെ, ഇവിടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞ, അച്ഛൻ കണ്ണൂരത്ത് ഉദാഹരണമൊന്നും പറയല്ല, കക്കൂസിന്റെ അടിയിൽ കൂടെ കന്നിമൂല പോകുന്നത് കൊണ്ടാണ് പ്രശ്നം. എന്ത് ചെയ്യണം? അത് പൊളിച്ചോ. അപ്പോ എന്നിട്ട് വേറെ, ഇപ്പൊ കിഴക്ക് വശത്താണ്. പ്രിയപ്പെട്ടവരെ, പാവങ്ങൾ പൊതിച്ചു ഒരു കക്കൂസ് പൊളിച്ച് അടുത്ത സ്ഥലത്ത് പണിയുമ്പോ കടം, ഇപ്പൊ 4 ലക്ഷം രൂപ കടം ഉണ്ടെങ്കിൽ 6 ലക്ഷം രൂപ കടമായി കൂടി കിട്ടും. യെസ്. എന്നിട്ട് കക്കൂസ് മാത്രമല്ല, സെപ്റ്റി ടാങ്ക് അടക്കം മൂടി അവിടെ ഇപ്പൊ അടുക്കള ഇരിക്കുകയാണ്. അപ്പൊ അടുക്കളുടെ അടിയിൽ കൂടെ കന്നിമൂല പോയാൽ കുഴപ്പമില്ലേ? ഇത് നിന്നെ പഠിപ്പിച്ചതാരാണെന്നാണ് അച്ഛന്റെ ചോദ്യം. അച്ഛൻ എളിമയോടെ അനുതാപത്തോടെ പറയട്ടെ, ഇങ്ങനെ പറയുന്ന ചില അച്ഛന്മാരുണ്ട്. ക്ഷമിക്കണം, നിങ്ങളത് കേൾക്കാൻ പോവല്ലേ. ഇന്ന് വേറൊരു സഹോദരി പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ പ്രതിസന്ധിയുടെ കാരണം ഞങ്ങൾക്കെതിരെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ, 10ാം ക്ലാസ് അല്ല 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ സ്കൂളിൽ പോകുന്നില്ല. അതിൻ്റെ കാരണം എൻ്റെ സഹോദരൻ്റെ ഭാര്യ ഞങ്ങളുടെ മക്കൾ ഉയർന്നു പോകാതിരിക്കാൻ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ പറഞ്ഞു. ഇതുപോലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും,
കൊച്ചു സ്കൂളിൽ പോകുന്നില്ല. അതിന്റെ കാരണം വീട്ടുകാർ, സ്വന്തക്കാർ കൂടോത്രം ചെയ്തു വെച്ചിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, ചേച്ചിയുടെ ഒരു കാര്യം ചെയ്യാവോ? എന്താണ്? ഈ കൊച്ചു കാണുന്ന മൊബൈൽ ഏതാണ്? എൻ്റെ മൊബൈലിൽ. അത് ഇങ്ങോട്ട് തന്നെ ഒരാഴ്ച ഇവിടെ ഇരിക്കട്ടെ. ഒരാഴ്ച അച്ഛൻ മൊബൈൽ മേടിച്ചു വെച്ചു. കൊച്ചു സ്കൂളിൽ പോകാൻ തുടങ്ങി. ഒരാളും കൂടോത്രം ചെയ്തിട്ടില്ല. നമ്മൾ കൊച്ചിന് കാലത്ത് തന്നെ എഴുന്നേൽക്കുമ്പോൾ പനി, തലവേദന, സ്കൂൾ ബസ് വരുന്ന നേരത്ത് വയറിളക്കം, ഇത് സ്കൂൾ ബസ് പോയി കഴിയുമ്പോൾ ആശ്വാസമായി. ഇപ്പം ഇത്തിരി ബെറ്ററായിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ബസ് പോയാലും ഇനി പോകാൻ പറ്റില്ല. അമ്മ ഇത്തിരി നേരം ഫോൺ നോക്കിക്കോട്ടെ. യെസ്, അച്ഛൻ പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ള ഇടയിൽ കൂടി. പ്രിയപ്പെട്ടവരെ, നിന്നെ രക്ഷിക്കാൻ ഈശോ കുരിശിൽ മരിച്ചിട്ടുണ്ടെന്നത് മറന്നിട്ട് നീ കൂടോത്തരം പെറുക്കാൻ പോവാണല്ലേ? ആരോ അതും ഇത് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് പരിഹാരം ചെയ്യാൻ പോവാണല്ലേ? നിനക്ക് പള്ളി വരാൻ നേരമില്ലല്ലേ? ധ്യാനം കേൾക്കാൻ നേരമില്ലല്ലേ? എന്നിട്ട് കൂടോത്തരം പെറുക്കാൻ നടക്കുന്ന നാണമില്ലാത്തവരെ, കൊച്ചിക്കാരെ, വീട് പൊളിക്കാൻ നടക്കാണ്, ചവിട്ടുപടി മാറ്റിവെക്കാൻ നടക്കാണ്, കള്ളൂടി മാറ്റില്ല, പരദൂഷണം പറയുന്നതും കുശുമ്പ് പറയുന്നതൊന്നും മാറ്റില്ല. എന്നിട്ട് കക്കൂസ് മാറ്റിവെക്കാൻ നടക്കാം. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ചോദിക്കട്ടെ, ഒരാളുടെ വീട്ടിൽ കക്കൂസ് മാറ്റിവെച്ചു, അതോടുകൂടി അയാൾ കള്ളൂടി നിർത്തി, കടബാധ്യത മാറി, സ്ഥലക്കച്ചവടം നടന്നു, മക്കൾ പഠിക്കാൻ തുടങ്ങി, സ്കൂളിൽ പോകാൻ തുടങ്ങി, അഭിവൃദ്ധിയായി, വീട് പണി നടന്നു, എല്ലാം ശരിയായി. അങ്ങനെയാണെങ്കിൽ നിന്റെ രക്ഷ വന്നത് എവിടെ നിന്നാണ്? പറ. വരൂല്ലേ? പറയ്. കക്കൂസ്. രക്ഷ വരാൻ പറ്റിയ സ്ഥലം. നാണമില്ലല്ലോ. അച്ഛനിത് പറയുന്നത് എന്താണെന്ന് അറിയാം. അച്ഛന് 2 ദിവസം ഇവിടെ ഇരുന്ന ആളുകൾ കേൾക്കായിരുന്നല്ലോ. അപ്പൊ കക്കൂസ് മാറ്റി വെച്ചവരിവിടെ ഉണ്ട്. അവരെ ഉദ്ദേശിച്ച് മാത്രമല്ല പറയുന്നത്, അച്ഛനോട് പറയാത്തവരും ഇവിടെ ഉണ്ട്. നമ്മൾ പറയില്ലേ, പറഞ്ഞ പാപങ്ങളും പറയാത്ത പാപങ്ങളും. പറയാത്തതാണ് കൂടുതൽ. അപ്പോൾ യെസ്, കം ബാക്ക്. നിന്റെ ഹൃദയം ആരുടെ ഹൃദയം പോലെയാണ് കുഞ്ഞെ? ആര് സ്നേഹിക്കുന്നത് പോലെയാണ് നീ സ്നേഹിക്കുന്നത്? ആര് ക്ഷമിക്കുന്നത് പോലെയാണ് നീ ക്ഷമിക്കുന്നത്? വേർതിരിവുകൾ ഉണ്ടാക്കുന്നത് ആരെപ്പോലെയാ? അമ്മയുടെ ഹൃദയം എല്ലാവരെയും ചേർത്ത് പിടിച്ച ഹൃദയമായിരുന്നു. തൻ്റെ മകനെ കൊന്നവരോട് ക്ഷമിച്ച ഹൃദയം. ഒരമ്മ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകനെ അവര് വെട്ടിക്കൊല്ലുന്നത്, ഞങ്ങൾ കണ്ണൂര് ഇവിടെയല്ല, വെട്ടിക്കൊല്ലുന്നത്, കത്തി കുത്തിയിറക്കുന്നത് ഞാൻ കണ്ടതാണ്, കൈവെട്ടുന്നത് ഞാൻ കണ്ടതാണ്. എന്ത് ചെയ്യണം? അപ്പോ അമ്മയുടെ ഹൃദയം ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുകയും ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയും ചെയ്തൊരു ഹൃദയമായിരുന്നു അമ്മയുടെ കരങ്ങൾ. ഈശോ കുരിശ് വഹിച്ച കരങ്ങളാണ് ഈശോയുടെ കരം. കരങ്ങൾ വിരിച്ച് കുരിശിൽ മരിച്ച കരമാണ് അവിടുത്തെ കരം. ഈശോയെ, എൻ്റെ കരങ്ങളെയും നീ ഭക്ഷിക്കണമേ. കുരിശ് വഹിക്കാൻ, കുരിശ് വന്നപ്പോ അതിനെ തള്ളി മാറ്റി ഓടിയ കരമല്ല, തള്ളി മാറ്റിയ കരമല്ല ഈശോയുടെ കരം, അതിനെ ആലിംഗനം ചെയ്ത കരം, അതിന് ചുംബനം കൊടുത്തത്. പ്രിയപ്പെട്ടവർ, അമ്മയുടെ കരങ്ങൾ ഈശോയുടെ കരങ്ങൾ പോലെയായിരുന്നു. ഈശോയുടെ കാലുകൾ, ഈശോ, എൻ്റെ കാലുകളെ നീ ഭക്ഷിക്കണമേ, നിന്റെ കാലുകളാക്കണമേ. ഈശോയുടെ കരങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഈശോ സമരിയാക്കാരന്റെ ഉപമയിലൂടെയാണ് പറഞ്ഞത്. അവൻ കഴുതപ്പുറത്ത് നിന്നിറങ്ങി മുറിവേറ്റവനെ വെച്ച് കെട്ടി അവനെ എടുത്തുയർത്തി തൻ്റെ കഴുതപ്പുറത്ത് വെച്ച് സമരിയാക്കാരൻ അവന്റെ ഒപ്പം നടന്നു. ഈ മുറിവേറ്റവനെ വെച്ച് കെട്ടിയ കരം, നല്ല സമരിയാക്കാരന്റെ കരം ഈശോയുടെ കരമാണ്. മകൻ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോ അവനെ ആലിംഗനം ചെയ്ത പിതാവിന്റെ കരം ഈശോയുടെ കരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പത്രോസ് മുങ്ങിപ്പോകുന്ന സമയത്ത് അവന് നീട്ടിക്കൊടുത്ത ഈശോയുടെ കരം, നീ മുങ്ങിപ്പോകരുത്, എന്റെ കരത്തിൽ പിടിച്ചോടാ എന്ന് പറഞ്ഞ്, എന്റെ കരത്തിൽ നീ പിടിച്ചോടി എന്ന് പറഞ്ഞ് നീട്ടിക്കൊടുത്ത കരം, അങ്ങനെ നീട്ടിക്കൊടുക്കുന്ന കരം നീ മുങ്ങിപ്പോകാതിരിക്കാൻ, അപരൻ മുങ്ങിപ്പോകാതിരിക്കാൻ നീ കരം നീട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞേ, അത് ഈശോയുടെ കരമാണ്. അപരൻ മുങ്ങുന്നതിന് എന്തായാലും അവൻ മുങ്ങല്ലേ, എന്റെ ഭാഗക്കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നീ കൂടെ ഒരു കല്ലെടുത്തെറിയുന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ അങ്ങനെയാണ്. ഒരാള് മുങ്ങുന്നവന് എന്റെ ഭാഗക്കൂടെ ഒരു ചവിട്ടിരിക്കട്ടെ, എന്തായാലും അയാൾ വീണ് കിടക്കാണ്, പോകുന്ന വഴിക്ക് ഞാനും ഒരു ചവിട്ട്. അയാൾ കടബാധ്യത കൊണ്ട് നടുവൊടിഞ്ഞ് കിടക്കാണ്, എന്റെ വാക്കുകൂടെ അറിഞ്ഞിരിക്കട്ടെ. അയാൾ മാനസിക സമ്മർദ്ദത്തിലൂടെ വിഷമിച്ചിരിക്കുകയാണ്. ഭാര്യ വിഷമിച്ചിരിക്കുമ്പോ ഭർത്താവ് വന്ന് പറയാണ്, നിനക്ക് അങ്ങനെ തന്നെ വരണോടി. ഭർത്താവ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ഭാര്യ വന്ന് പറയാണ്, നിങ്ങൾക്ക് ഇതൊന്നും വന്നാ പോരാ, മുങ്ങുന്നവനെ വീണ്ടും മുക്കുന്ന കരങ്ങളുണ്ടോ നിനക്ക്? ഈ കരത്തിനെ ആര് മാറ്റും? പാപത്തിലേക്ക് നീളുന്ന കരങ്ങൾ. കുഞ്ഞേ, നമുക്കിതിനെ മാറ്റാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യണം? ഈശോയെ, എന്റെ കരങ്ങളെ നിന്റെ കരങ്ങളാക്കാൻ എന്റെ കരങ്ങളെ നീ ഭക്ഷിക്കണമേ. ഈശോയുടെ കരം തൊട്ട് സുഖപ്പെടുത്തുന്ന കരമായിരുന്നേ. നിന്റെ കരമോ? നീ കൈ നീട്ടുമ്പോ അപരന് സൗഖ്യമാണോ അപരന് രോഗമാണോ ഉണ്ടാകുന്നത്? നീ കരം നീട്ടുമ്പോ അപരന് മുറിവുണ്ടാക്കുന്ന നീട്ടലാണോ നിന്റെ നീട്ടല്? നീ കരം ചൂണ്ടുമ്പോ അപരന്റെ ഹൃദയം മുറിയുകയാണോ അപരന്റെ ഹൃദയം കൂടിച്ചേരുകയാണോ? നീ വിരല് ചൂണ്ടിയപ്പോ കൈ നീട്ടിയതല്ലേ, നീ തൊട്ടതല്ലേ? അവരൻ എന്താ പറ്റിയത്? സൗഖ്യമാണോ രോഗമാണോ? ഈശോയെ, എന്റെ കരം സൗഖ്യപ്പെടുത്താൻ വേണ്ടി നീളുന്ന കരമാക്കണമേ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അമ്മയുടെ കരം അതുപോലെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി നീണ്ട കരമാണ്. ഉദാഹരണങ്ങൾ വായിച്ചെടുത്താൽ മതി. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഈശോയുടെ കാലുകൾ കാൽവരി കയറിയ കാലുകളാണ്. പുണ്യങ്ങളുടെ പാതകളിൽ ഇടറാതിരുന്ന കാലുകളാണ്. നിന്റെ കാലുകൾ ഇടറുന്ന പാദങ്ങളാണോ? ഈശോയുടെ പാദങ്ങൾ സുവിശേഷം പ്രഘോഷിച്ച് നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച പാദങ്ങളാണ്. നിന്റെ പാദങ്ങൾ എങ്ങനെയുള്ള പാദങ്ങളാണ്? എന്ത് പ്രഘോഷിക്കാനാണ് നീ ചുറ്റി സഞ്ചരിക്കുന്നതെന്ന്? ഒരമ്മ മൂത്ത മകന്റെ വീട്ടിൽ നിന്ന് ഇളയ മകന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് മൂത്ത മകന്റെ വീട്ടിലെ കുറ്റങ്ങൾ അത് വിളമ്പാണ്. അവര് നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശരി, മൂത്ത മകന്റെ വീട്ടിലെ കുറ്റങ്ങൾ പറയാൻ ഇളയ മകന്റെ വീട്ടിലേക്ക് പോകുന്ന പാദങ്ങൾ. അവിടെ 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് അവരെ ഒന്ന് കൊളാക്കിയിട്ട് അവിടുന്ന് വീണ്ടും മകളുടെ വീട്ടിലേക്ക് പോവാണ്. മൂത്ത മകന്റെ ഇളയ മകന്റെ അവര് 2 പേരും എന്നെ നോക്കണില്ല. അങ്ങനെ അടുത്ത വീട്ടിൽ സുവിശേഷം പ്രഘോഷിച്ചു. അങ്ങനെ 3 വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയിലായി. ആശ്വാസം. ഇപ്പൊ ഒരു സഹോദരന് വേറൊരു സഹോദരനെ കണ്ടുകൂടാ, സഹോദരന്മാർക്ക് സഹോദരനെ കണ്ടുകൂടാ, സഹോദരിക്ക് സഹോദരന്മാരെ കണ്ടുകൂടാ. അമ്മ സുവിശേഷം പ്രഘോഷിച്ച പാദങ്ങൾ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു. നിന്റെ പാദങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നത് പാപത്തിലേക്കാണോ ജീവനിലേക്കാണോ? പാപത്തിലേക്ക് വഴുതിപ്പോകുന്ന പാദങ്ങളുണ്ടല്ലേ. എന്ത് ചെയ്യുവച്ചാ നിയന്ത്രിക്കണമെന്ന് വിചാരിച്ചിട്ട് പറ്റുന്നില്ല. കാലുകൾക്ക് പാപത്തിലേക്ക് പോകരുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നുന്നു. പറ്റുന്നില്ല.
കുഞ്ഞെ, നീ ഈശോയോട് പറയേ, എൻ്റെ കാലുകൾ നിന്റെ കാലുകളാക്കണമേ ഈശോ ഭക്ഷിക്കാൻ. നീ നന്മ ചെയ്ത് സുവിശേഷം പ്രഘോഷിച്ച് ചുറ്റി സഞ്ചരിച്ചതുപോലെ ചുറ്റി സഞ്ചരിക്കുന്ന കാലുകളിതാ. ഇപ്പൊ എൻ്റെ കാലുകൾ പിക്നിക്കിന് വേണ്ടി ഓടുന്ന കാലുകളാണ്. എവിടെ? നീലക്കുറിഞ്ഞ് പൂത്തു, മൂന്നാറിലേക്ക് ഓടുകയാണ്. ഉരുൾപൊട്ടലുണ്ടായി, ഓടുകയാണ് ക്യാമറയായിട്ട് ഉരുൾപൊട്ടലിന്റെ ഫോട്ടോ എടുക്കാൻ. വയനാട്ടിലേക്ക് ഓടുകയാണ്. ഇവിടെ കുമ്പളങ്ങിയിൽ നവംബർ മാസത്തിൽ ഏതോ ഒരു പായൽ വന്നു എന്ന് വിചാരിച്ച് വയനാട്ടിൽ നിന്ന് ഓടുകയാണ് ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ, സെൽഫി എടുക്കാൻ. വെള്ളത്തിൽ കിടക്കുന്ന സെൽഫി ഇല്ലേ? മനുഷ്യന്റെ പാദങ്ങൾ ഇങ്ങനെ ഓടുകയാണ്. ഹിമാലയം വരെ ഓടും. ഇവിടെയൊക്കെ പോരാണ്ട് ഇവിടത്തെ തീർന്നു കഴിയുമ്പോൾ അടുത്തതിന് വേണ്ടി ഓടും. കാലുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഹോളി ലാൻഡിലേക്ക് ഓടട്ടെ. യൂറോപ്പ് ടൂർ ഓടട്ടെ. ഇങ്ങനെ നിന്റെ കാലുകൾ ഓടി നിന്റെ കാലുകൾ ആരുടെ കാലുകളെ പോലെ ആയി? നിന്റെ കാലിന് തൃപ്തിയായോ? പലതിനും വേണ്ടി ഓടി, വചനത്തിന് വേണ്ടി ഓടാൻ നിനക്ക് കാലില്ല. എങ്ങനെയുണ്ടാവും? വചനത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നിൽക്കാൻ നിനക്ക് കാലില്ല. എങ്ങനെയുണ്ടാവും? നീ വടംവലിക്ക് വേണ്ടി പോവല്ലേ, വള്ളം കളിക്ക് വേണ്ടി പോവല്ലേ, പൂക്കളമിടാൻ പോവല്ലേ, സിനിമക്ക് വേണ്ടി പോവല്ലേ, അങ്ങനെ പലതിനു വേണ്ടി പോയി നിന്റെ കാലുകള് വെടക്കായി. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കാണ്, ഈശോയെ എൻ്റെ കാലുകളെ നിന്റെ കാലുകളാക്കണമേ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അടിമുടി ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും നമ്മൾ ആരും ആവില്ല. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഈശോയെ പോലെ ആവില്ല. ഒറ്റ ദിവസം കൊണ്ട് അമ്മയെപ്പോലെ ആവില്ല. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ മാതൃപിയോയുടെ പോലെ ആവില്ല. നമ്മൾ തിരുനാൾ ആഘോഷിക്കാൻ പോകണം 20, 21, 22. ഇല്ല, ആവില്ല. ഒറ്റ ദിവസം കൊണ്ട് ആവണ്ടെന്നേ. പൗലോസ് ഒറ്റ ദിവസം കൊണ്ട് പൗലോസ് ആയതല്ല. നമുക്ക് ഓരോ ദിവസവും ഒരിത്തിരി കൂടെ വളർന്നൂടെ? ഒരിച്ചിരി കൂടെ വളർന്നൂടെ? ഒരു പൊടിക്കൂടെ ഒന്ന് കൂടിക്കൂടെ? വളർന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈശോയുടെ പുണ്യപൂർണതയുടെ തോതനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവണ്ടേ? ഇങ്ങനെ പോയാൽ നമ്മൾ എന്നാവും? നീ എന്ന് എപ്പോ? ഒടുവിൽ ജീവിതയാത്രയുടെ അന്ത്യത്തിലെത്താതെ, ലക്ഷ്യത്തിലെത്താതെ യാത്ര അവസാനിപ്പിക്കേണ്ട ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തിയ മനുഷ്യരെ പോലെ അവന്റെ കഥ ഒരു ദുരന്ത കഥയായി മാറും. അവളുടെ കഥ ലക്ഷ്യത്തിലെത്താത്ത ജീവിതം പോലെ, ലക്ഷ്യത്തിലെത്താത്ത യാത്ര പോലെ അവസാനിക്കും. അച്ഛനാകാം, നീ ഒരു അച്ഛനാകാം, നീ ഒരു കന്യാസ്ത്രീയാവാം, കുടുംബജീവിതം നയിക്കുന്ന ഒരാളാകാം. ആർക്കും ഇത് ബാധകമാണ്. നീ ക്രിസ്തുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ, നീ ദൈവ ഐക്യത്തിലെത്തുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം ശൂന്യമാണ്. ഒരാൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ യാത്ര ചെയ്തിട്ട് കൊല്ലം വരെ എത്തി എന്നതുകൊണ്ട് അവന്റെ യാത്ര സഫലമായി എന്നർത്ഥമുണ്ടോ? എടാ, നീ തിരുവനന്തപുരത്തേക്കല്ലേ വണ്ടി കയറി, നീ എന്തിനാ കൊല്ലത്തിറങ്ങിയത്? കൊല്ലത്തിറങ്ങിയിട്ട് സെക്രട്ടേറിയറ്റ് അന്വേഷിച്ച് നടക്കുക. പ്രിയപ്പെട്ടവരെ, യാത്രയുടെ ലക്ഷ്യം മറന്ന് കളിക്കരുത്. ലക്ഷ്യം മറന്ന് വണ്ടി ഓടിക്കരുത്. അപ്പോ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈശോയെ പോലെ ആയിത്തീരുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതിൽ കുറവൊരു ലക്ഷ്യമില്ല ഇവിടെ. ഇതീ കുറച്ചൊരു കച്ചവടമില്ലെന്നേ. നിങ്ങൾ ആ കച്ചവടത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ നിന്നാ മതിയെന്ന്. അല്ലെങ്കിൽ ഈശോ പറഞ്ഞു വിട്ടുപോയിക്കോന്നു. ഈ കച്ചവടത്തിനല്ലെങ്കിൽ, ഏത് കച്ചവടം? ഈശോയെ പോലെ ആവുക എന്ന് പറയുന്ന ഒരു ബിസിനസിന് വേണ്ടിയിട്ടല്ലെങ്കിൽ, ദിസ് മാർക്കറ്റ് ഈസ് നോട്ട് ഫോർ യു, ദിസ് പ്ലേസ് ഈസ് നോട്ട് ഫോർ യു, ദിസ് പ്ലേസ് ഈസ് നോട്ട് ഫോർ മീ. ഇത് എനിക്ക് പറ്റിയ സ്ഥലമല്ലെന്ന്.
നീ വേറെ സ്ഥലം നോക്കിക്കോ. കൂദാശകൾ എന്തിനാ? നമ്മെ ഈശോയെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാ. വചനം എന്തിനാണ്? നമ്മെ ഈശോയെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. വൈദികരുടെ ശുശ്രൂഷ എന്തിനാണ്? നമ്മെ ഈശോയെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് കുമ്പസാരം? നമ്മെ ഈശോയെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്കിതൊന്നും വേണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടക്കാം.